ക്ലോപ്പ് വന്നിട്ട് നമ്മള് എല്ലാ ട്രോഫി അടിച്ചു. 2 പ്രീമിയർ ലീഗ്, ക്ലോപ്പ് വന്നതിന് ശേഷം സ്ലോട്ടും കൂടി 2 പ്രീമിയർ ലീഗ്, ഒരു ചാമ്പ്യൻസ് ലീഗ്, ഒരു ക്ലബ് വേൾഡ് കപ്പ്, 2 കരബാവോ കപ്പ്, ഒരു FA കപ്പ്, വേറെ എന്തെങ്കിലും? ഇത്രല്ലേ ഉള്ളൂ. സൂപ്പർ കപ്പ്, UEFA സൂപ്പർ കപ്പ്. ഇതൊക്കെ ശരിക്കും ക്ലോപ്പ് വന്നതിന് ശേഷമാണ്. അതോടൊപ്പം ഇങ്ങനെയും പറയാം, ഇതൊക്കെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴാണ് നമ്മൾ ജയിച്ചത്. 2016 പിണറായി വിജയൻ വന്ന ശേഷമാണ് ഈ ട്രോഫികളൊക്കെ കിട്ടിയത്. അപ്പോ ഇന്ന് പുതിയ മുഖ്യമന്ത്രി നിയോഗിക്കപ്പെട്ടു. അപ്പോ നമ്മുടെ ഏറ്റവും സക്സസ്ഫുൾ ചീഫ് മിനിസ്റ്റർ ഫോർ ലിവർപൂൾ മാറി. ഇനി വി.ഡി. സതീശൻ വന്നിട്ട് എന്താവും നമുക്ക് കാണാം. ഗണേശൻ കുറെ കാലത്ത് ഒരാഴ്ച ലീവിന് ശേഷം സ്ലോട്ടർ തെറി വിളിക്കാൻ വന്നിട്ടുണ്ട്. ഗണേശൻ ഭയങ്കര കോൺഫിഡൻസിലാണ്. കാരണം ഗണേശന് ഒന്നും പഠിക്കാനില്ല. കാരണം അവിടുത്തെ മുഖ്യമന്ത്രി വിജയ. എന്താണ് അവസ്ഥ തമിഴ്നാട്ടില്? ഇവിടെ അങ്ങനെ നമ്മളങ്ങനെ പൊളിറ്റിക്സ് ഒന്നും ഇൻവോൾവ് അല്ല. അതുകൊണ്ട് ഇപ്പൊ വിജയ് വന്ന പിന്നെ എല്ലാരും ഈ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കണം. ആർക്കും ഈ ഗെയിമിനൊന്നും കുറിച്ച് സംസാരിക്കാൻ സമയമില്ല. ആ ഒരു എന്താ പറയാ, ഈ ചായക്കടയിലൊക്കെ പൊളിറ്റിക്സ് സംസാരിക്കില്ല. ആ ലെവലിൽ എത്തി എല്ലാരും. അല്ല, പ്രീമിയർ ലീഗും IPL സംസാരിച്ചുകൊണ്ടിരുന്നവര് ഇപ്പൊ മൊത്തം വിജയ് എന്ത് ചെയ്യുന്നു ആലോചിച്ചിരിക്കുകയാണ് എല്ലാരും. അതാണ് ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളും നല്ലത് പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരു ചിന്ത ആൾക്കാർക്ക് വന്നു. അതും ശരിക്കും സ്ലോട്ടിന്റെ ഒരു സംഭാവനയാണ്. അതായത് പൊളിറ്റിക്കലായ ഒരു ഫാൻ ബേസിനെ പുള്ളി കുറച്ച് പൊളിറ്റിക്കലായ ഒരു ഫാൻ ബേസ് ആക്കി മാറ്റി എന്നുള്ളത് ശരി. അല്ല, ഗവൺമെന്റ് വരെ മാറി, സ്ലോട്ട് ഇതുവരെ മാറിയില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. അതല്ല, എന്റെ ഒരു ഫ്രണ്ട് അടുത്ത സീസൺ തൊട്ട് കളി കാണൂല എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ വൈഫ് ഭയങ്കര ഹാപ്പി. സ്ലോട്ട് വന്ന ശേഷം ഇനിയിപ്പോ വീക്കെൻഡ്സ് പുറത്തു പോവാം. അപ്പൊ മിഡ് വീക്ക് പ്രശ്നമില്ല, രാത്രി ഉറക്കം ശരിയാവും. അപ്പൊ അങ്ങനെ സ്ലോട്ട് കാരണം ദാമ്പത്യ ജീവിതവും ആൾക്കാരുടെ രാഷ്ട്രീയ ബോധവും എല്ലാം മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതെ, അപ്പോ ബോധം എല്ലാം വളരുന്നു. അപ്പോ അങ്ങനെ പെനൾട്ടിമേറ്റ് ഗെയിം ഓഫ് ദ സീസൺ എത്തിയിരിക്കുന്നു. ആസ്റ്റൺ വില്ലനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരിക ജെറാർഡിന്റെ ഒരു ഫ്രീ കിക്കാണ്. ഒരു പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് മാച്ച് വി വെർ പ്ലേയിങ് ആസ്റ്റൺ വില്ല. അന്ന് ജെറാർഡ് 84th മിനിറ്റ് ഫ്രീ കിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ മാച്ചിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഈ മാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കും വേണ്ട അവർക്കും വേണ്ട. ആസ്റ്റൺ വില്ലയുടെ ഫോക്കസ് എല്ലാം ചാമ്പ്യൻസ് ലീഗും യൂറോപ്പ ലീഗാണ്. നമ്മുടെ ഫോക്കസ് ലീവിന് എപ്പോ പോവാം, എവിടെ ടൂറ് പോവാം, പിന്നെ സ്ലോട്ടിന്റെ മക്കളുടെ പരീക്ഷയുടെ ടെൻഷൻ, പിന്നെ സലയുടെ സെൻഡ് ഓഫ് ഇന്നലെ ഉണ്ടായിരുന്നു. സലയുടെ സെൻഡ് ഓഫ് സ്ലോട്ട് നേരത്തെ പോയി എന്നാ പറഞ്ഞത്, ഫുൾ പരിപാടിക്ക് നിന്നില്ല. അപ്പോ കുറച്ച് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. പ്ലെയേഴ്സിന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന ക്ലോപ്പും ചാമ്പ്യൻസ് ലീഗ് തോറ്റിട്ട് സലയുടെ ഫെയർവെൽ പാർട്ടിയിൽ നേരത്തെ പോകുന്ന സ്ലോട്ട്. ലിവർപൂൾ ഫാൻ ബേസിനെ റേജ് ബേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഞാൻ ഇപ്പൊ സുദീപിലേക്ക് പോകുന്നില്ല. കാരണം സുദീപിന് എന്താണ് സ്ലോട്ട് ഏകദേശം പോകൂല എന്നുള്ള തീരുമാനം ആയതുകൊണ്ട് സുദീപിന് ആ കാര്യത്തിൽ ഇനി ടെൻഷനൊന്നുമില്ല. ആവശ്യം വരില്ല, താടി വളർത്തേണ്ട ആവശ്യം വരില്ല. ചാമ്പ്യൻസ് ആകുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ജിമ്മിലൊക്കെ പോണം.
എന്താണ് ഗണേശ കഴിഞ്ഞ പോഡ്കാസ്റ്റ് കണ്ടിരുന്ന ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞ ഞങ്ങള് കുറെ സ്ലോട്ടിനെ കുറിച്ചും എന്തുകൊണ്ട് നമ്മൾ തോറ്റുവിനെ കുറിച്ച് എന്തുകൊണ്ട് ഈ സീസൺ മൂഞ്ചി എന്നുള്ളൊരു പോഡ്കാസ്റ്റ് നടത്തിയിരുന്നു. അതിനകത്ത് നമ്മൾ സംസാരിച്ച വിഷയം എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയത് ഈ സീസൺ എന്ന് പറഞ്ഞപ്പോ ജോട്ടയുടെ കാരണവും മറ്റേ അങ്ങനെ കാരണവും ഒക്കെ ഇങ്ങനെ പറഞ്ഞൊരു നിനക്ക് പ്രത്യേക അതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ടോ അതോ ആസ്റ്റൺ വില്ലയുടെ മാച്ചിനെ കുറിച്ച് എന്താണ് പറയാൻ നിങ്ങള് ഇപ്പോഴും അതേ കാരണം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. കാരണം മര്യാദക്ക് കളിക്കാത്തതിന് ജോട്ടൻ മറ്റേ പുനർജന്മം എടുത്തിട്ട് വന്നിട്ട് നിങ്ങളൊക്കെ തല്ലും അമ്മാതിരി കാരണം പറഞ്ഞില്ല. അത് ഒരു കാരണം, നമ്മൾ എല്ലാ കാരണങ്ങളും പറഞ്ഞു. അത് മര്യാദക്ക് കോച്ചാണ് ഹെഡ് കോച്ചാണെന്ന് പറഞ്ഞിട്ട് കോച്ച് ചെയ്യാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാന് ഇത് സംഭവം എന്താ പറയാ ഗ്രൂപ്പിൽ ആരോ പറഞ്ഞിരുന്നു ലൈക്ക് സ്ലോട്ട് ഈസ് ആസ്കിങ് പ്ലേയേഴ്സ് ടു ഡിഫെൻഡ് ആഫ്റ്റർ സ്കോറിംഗ് 1 goal എന്ന് പറഞ്ഞിട്ട്. ഐ തിങ്ക് ലിൻഡോ ആണ് തോന്നുന്നു. ബ്രദർ കളി കാണാൻ പോയിണ്ടായിരുന്നു ആൻഫീൽഡിൽ. അപ്പൊ അവന് ലൈവ് സ്റ്റേഡിയം റിപ്പോർട്ട് അവന് കിട്ടിയിട്ടുണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ ഒരു മൊമെന്റ് ആണ് നമ്മൾ ചെൽസിക്ക് കൊടുത്തത്. അത് തന്നെയാണ് നമ്മൾ ഗോളായിട്ട് മേടിച്ചത്. ആവശ്യമില്ലാത്ത പരിപാടിയാണ്. നമ്മൾ അങ്ങനെ കളിക്കാറില്ല. അതായത് സ്ലോട്ട് ലിവർപൂളിനെ മൊത്തമായിട്ട് അങ്ങനെ മാറ്റി. അതായത് നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാൻ എല്ലാവരും പേടിക്കും. ഇപ്പൊ എല്ലാരും ലിവർപൂൾ വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് ഏത് ടീമായാലും. അപ്പോ ആ ഒരു പേടിയില്ല. ഇനി അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഉറപ്പാണ്. ലൈക്ക് എവ്രി വൺ വാണ്ട്സ് ടു പ്ലേ. എല്ലാ വീക്കെൻഡും ലിവർപൂളിനെ കിട്ടിയ സൗകര്യമാണെന്ന് പറഞ്ഞുള്ള ടീംസും ഉണ്ട്. ചെൽസിനെ വരെ നമ്മൾ ഫോമാക്കി, സ്പേഴ്സിനെ ഫോമാക്കി. അസിസ്റ്റന്റ് മാനേജർ കോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവന്മാരെ ഫോമാക്കുന്നുണ്ട്. സ്പേഴ്സിനെ ഫോമാക്കി, അതുപോലെ നമ്മള് ചെൽസിനെ ഫോമാക്കി. അവരൊക്കെ തോറ്റ് നിൽക്കായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഓരോരോ പോയിന്റ്. ഇതാ പിടിച്ചോ. അപ്പോ മര്യാദക്ക് കളിച്ചുകൊണ്ടിരുന്ന ടീമാണ്. ലൈക്ക് എന്തിനാണ് ഇങ്ങനെ ചേഞ്ചസ് വരുത്തിയെന്ന് അറിയില്ല. ടാക്ടിക്കൽ ചേഞ്ച് എന്ന് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ടാക്ടിക്സ് അവിടെ ഇല്ല. ബോൾ എവിടെയൊക്കെ വരുന്നു അവിടെയൊക്കെ ഓടുക. ആർക്കും ഒരു പൊസിഷൻ ഇല്ല. ആർക്ക് എന്താ ചെയ്യണമെന്ന് ഒരു ഡ്യൂട്ടി അറിയില്ല. എവിടേക്കോ പോയി നിൽക്കുക. എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ ബോൾ കിട്ടിയാൽ കളിക്കുക എന്നുള്ള പറയുന്ന പോലെ ഉണ്ട്. അപ്പൊ ആകെ കൂടെ പ്രോമിസിംഗ് ആയിട്ട് തോന്നിയത് എങ്കുമോഹയാണ്. എങ്കുമോഹനെ സബ് ചെയ്തപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഫാൻസിന്റെ റിയാക്ഷൻ അവിടെ തന്നെ. സോ എനിക്കൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. നമുക്ക് ഇപ്പൊ എന്താ പറയാ, ഒരു വികാരം ഇല്ല. തോറ്റു കഴിഞ്ഞാൽ മുമ്പ് ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കും. ഒന്നുമില്ല, ഇത് എന്തത് ഡ്രോയെങ്കിൽ ഡ്രോ, തോറ്റില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കായിരിക്കും. ആ ഒരു സ്ഥിതിയിലെത്തി. സ്ലോട്ടിൽ ഞാൻ പോവില്ല. സ്ലോട്ട് പറ. ഏറ്റവും പോസിറ്റീവായ കാര്യം എന്താന്ന് വെച്ചാല് ഇനി ആകെ 2 കളിയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വേണം അർജന്റീന നോക്കി പോവാൻ. കളിക്കോ? ഈ മെക്കാലിസ്റ്റർ അവിടെ പോയാൽ കളിപ്പിക്കോ? പിന്നെ അടിപൊളിയായിരിക്കും അവിടെ പോയാ. മറ്ററിഞ്ഞില്ലേ, US സമ്മർ ആയതുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും മുടി വെട്ടിരിക്കുന്നത്. ഒന്നല്ല, പുള്ളി സ്ലോട്ടിന്റെ വലിയ ഫാനാണ്. സ്ലോട്ടിന്റെ പോലെ അല്ല ഞാൻ പറഞ്ഞിട്ട് ക്രിസ് പറഞ്ഞു മെക്കാലിസ്റ്റർ ഒക്കെ ഇപ്പൊ ഫോം ആവാൻ നോക്കിയെന്ന് പറഞ്ഞു. ആ ഫുൾഹം കളി ഭയങ്കര കളിയായിരുന്നു. ഫുൾഹമിലൂടെ നമ്മൾ ജയിക്കുമ്പോ അമ്മാതിരി കളിയായിരുന്നു. എന്താ പറയാ. ശരി, ഞാൻ പറഞ്ഞില്ലേ കിഡിലന്നെ ഒരു പോസിറ്റീവ് ഉണ്ട്. നിങ്ങള് ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ സീസണിൽ നമ്മള് ലീഗ് അടിച്ച് വളരെ ഹൈയിൽ നിൽക്കുക. എല്ലാവരുടെ എക്സ്പെക്ടേഷൻ സ്കൈ ഹൈ ആണ്. ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് ഈ സീസൺ തുടങ്ങി. ആ എക്സ്പെക്ടേഷൻ ഭയങ്കര ഫോൾ ആയിപ്പോയി. പക്ഷേ ഈ സീസൺ നേരെ വിപരീത. ഒരാൾക്കും ഒരു എക്സ്പെക്ടേഷനും ഇല്ല. വളരെ ഏറ്റവും ഡൗൺ ആവുന്ന രീതിയാണോ അത്രയും ഡൗൺ ആണ് എക്സ്പെക്ടേഷൻ. അപ്പൊ അടുത്ത സീസണിൽ നമ്മൾ നന്നായിട്ട് കളിച്ചു തുടങ്ങുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, ഭയങ്കര പ്ലഷർ ആയിരിക്കും. ഞാൻ ഇതിനെതിരാണ്. കാരണം ഞാനും എക്കിറ്റിക്ക് ഫസ്റ്റ് ഗെയിമിൽ ഗോൾ അടിച്ചപ്പോ ഞാൻ വീട് മൊത്തം ഓടി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മാതിരി ഷൗട്ടിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ മോള് അന്ന് കുറച്ച് മാസം പ്രായമുള്ളൂ. ആള് പേടിച്ചു ഞാൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഞാൻ ലൈക് വി ആർ പ്ലേയിങ് ഗുഡ് ഫുട്ബോൾ. കഴിഞ്ഞ വർഷം എവിടെയാണ് ലെഫ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ കളിച്ചു തുടങ്ങി എന്ന് പറഞ്ഞ് സന്തോഷിക്കായിരുന്നു. ആദ്യത്തെ ഒരു 4-5 കളി നമ്മുടെ പുതിയ ആൾക്കാർ വന്ന് അടിച്ച് ഗോൾ അടിച്ച് തുടങ്ങി. സ്ട്രൈക്കർ വന്നു.
സ്ട്രൈക്കർ ഇല്ലാതെയാണല്ലോ മുമ്പ് കളിച്ചുകൊണ്ടിരുന്നത്. സ്ട്രൈക്കർ വന്നു തുടങ്ങി പറഞ്ഞ് കുറെ ആഘോഷിച്ചു. പക്ഷെ അവസാനം അത് ഒരുമാതിരി ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് മാറി. പിന്നെ ഈ 4ാം സ്ഥാനം 5ാം സ്ഥാനം ഒക്കെ ബാക്കിയുള്ള ടീമിന്റെ തോൽവി കൊണ്ടാണ് നമുക്ക് കിട്ടിയത്, ഇല്ലാതെ നമ്മൾ ജയിച്ചിട്ടല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആ സ്റ്റേജിലേക്ക് എത്തിയില്ലോ, വീട് മുഴുവൻ ഓടി നടന്ന സ്ഥിതിന്ന് ഈ സ്ഥിതിയിലേക്ക് എത്തിയില്ലോ. ഈ ഇതിന്നായിരിക്കും നമ്മൾ അടുത്ത സീസൺ നല്ലൊരു സ്ഥിതിയിൽ എത്തിച്ചിട്ടുണ്ട് എന്തായാലും. അതാ പറയാ, ഇപ്പൊ എക്സ്പെക്ടേഷൻ വളരെ ലോ ആണ്. അപ്പൊ അടുത്ത സീസണിൽ നന്നായിട്ട് സ്ലോട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ തിരിച്ചു വരുന്നു, ഒരു പ്രതീക്ഷ ഇതൊക്കെ തിരിച്ചു വരും. അപ്പൊ ആ എക്സ്പെക്ടേഷൻ അടുത്ത തവണ ലീഗ് അടിക്കുന്നത് പ്രതീക്ഷിക്കണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതിലേക്ക് ചലഞ്ച് ചെയ്ത് വരുമ്പോ അത് ഭയങ്കര ഹാപ്പിനെസ് വരും. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു വലിയ പോസിറ്റീവാണ്. പ്രതീക്ഷയുടെ അമിതഭാരം ഇല്ലാണ്ട് ഈ ഫിലിം കാണണമെന്നൊക്കെ പറയാറില്ലേ, അതന്നെ. അതാണ് ക്രിസ് ചോദിച്ചില്ലേ ഈ ഗെയിമിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത്. കഴിഞ്ഞ പോഡ്കാസ്റ്റ് എടുക്കുക, അതുപോലെ എന്താ പറയാ, ചെൽസി എന്നുള്ള മാറ്റുക, വില്ല എന്നിടുക, ഒരു മാറ്റവും ഇല്ല. തോക്കാൻ പോകുന്ന 2 ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരം, ആർക്കും ജയിക്കേണ്ട, രണ്ടാൾക്ക് തോറ്റാൽ പ്രശ്നമില്ല എന്നുള്ളത്. ആരും കളിക്കാൻ പോകുന്ന റിസൾട്ട് വേണം. ആ ലാസ്റ്റ് മാച്ചിലേക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാവില്ല. എത്ര, 1 പോയിന്റാ വേണ്ടത്? 2 പോയിന്റാ? 2 പേർക്ക് 59 അല്ലേ ഉള്ളത്. 55. ബോൺമത്ത് 2 കളിയും ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ആർക്കുള്ളത്? 61 കിട്ടാൻ. സിറ്റി ജയിക്കും. 2 നമുക്ക് 2 ഡ്രോ മതി. അല്ല, ബോൺമത്തിന് അടുത്ത സിറ്റിയാണ്. സിറ്റി ജയിക്കൂലേ? നമുക്ക് കളിനെ കുറിച്ചൊക്കെ പറയാണെങ്കിൽ 2 പോയിന്റ്. അതാണ് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ലൈക്ക് ലാസ്റ്റ് കളി ബ്രെൻഫോർഡ് ആണ്, ലിവർപൂള് മാനേജ്മെന്റ് ഹെൻഡർസൺ നല്ലൊരു സെന്റ് ഓഫ് കൊടുക്കുക എന്നൊക്കെ വേണമെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഗെയിമിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ഒന്നുമില്ല. അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടല്ലോ ഇന്നത്തെ ഗെയിമിന് ചർച്ച ചെയ്യാൻ, എലിയട്ടിനെ കുറിച്ച് 2 പേരും ഇന്ന് പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചിട്ടുണ്ട്. സ്ലോട്ടും അതെ, മറ്റേ ഉണയംബ്ര അതെ. 2 പേരും എലിയട്ടിന്റെ ഒരു ഈ സീസണിൽ പറ്റിയ സംഭവം അത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ സീസണിൽ കിടലിനായിട്ട് ഇന്റർനാഷണൽ ടൂർണമെന്റിൽ ബെസ്റ്റ് പ്ലെയർ ഒക്കെ ആയി ഒക്കെ വന്നതാണ്. പക്ഷെ അതിനുശേഷം സ്ലോട്ടിന്റെ അടുത്ത് ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇനി എനിക്ക് കൂടുതൽ പ്ലേ ടൈം വേണം എന്നൊക്കെ പറഞ്ഞപ്പോ സ്ലോട്ട് ഇനി കളിക്കാൻ, തന്റെ കീഴിൽ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ അപ്പോ മൂവ് കൊടുക്കുക എന്നുള്ളതായിരുന്നു സ്ലോട്ടിന്റെ ഒരു തീരുമാനം. അതനുസരിച്ച് ഒരു ഹ്യൂഗ്സിന്റെ അടുത്ത് പറഞ്ഞു. ഹ്യൂഗ്സ് അപ്പോ നല്ലൊരു സ്ഥലം അന്വേഷിച്ച് അപ്പൊ പല ഓപ്ഷൻസ് മുന്നിൽ വെച്ചു. അപ്പൊ അതില് വില്ല ആണ് എലിയട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതില് നമുക്ക് ലിവർപൂളിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡീല് ഉണ്ടാക്കി. ആ ഡീലില് ലോൺ പ്ലസ് പെർമനന്റ് ആവുന്ന രീതിയിൽ. അപ്പൊ അതില് കുറച്ച് ക്ലോസസ് ഒക്കെ ഇൻവോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് വില്ലയുടെ നിർദ്ദേശമായിരുന്നു ഉണ്ടാവുക. ഇല്ലെങ്കിൽ അങ്ങനെ ക്ലോസ് വെക്കേണ്ട കാര്യമില്ലല്ലോ. വില്ലയുടെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ കാരണം വില്ല ഇത്ര ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പെർമനന്റ് ആക്കാന്നുള്ള ഡീൽ അവർ ആഡ് ചെയ്തതായിരിക്കും. അങ്ങനെയൊക്കെ പ്ലെയർ അവിടെ പോയി. പക്ഷെ അവർക്ക് വീണ്ടും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കുറേ കൂടി കൂടുതലായി കഴിഞ്ഞപ്പോ അവര് ഇനി എലിയട്ടിനെ പെർമനന്റ് ആക്കണ്ടെന്നൊരു തീരുമാനത്തിലേക്ക് വന്നിട്ട് കളിപ്പിക്കാണ്ടിയായി ഒരു മാച്ചും. അപ്പോ ഉണയംബ്രയ്ക്ക് കളിപ്പിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നുണ്ടാവും, എലിയട്ടിന് കളിക്കണം എന്ന് താല്പര്യമുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, അവിടുത്തെ മാനേജ്മെന്റ് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് എലിയട്ടിന്റെ ആ ഒരു സീസൺ, ഒരു ഫുൾ സീസൺ അങ്ങോട്ട് ഇല്ലാതെയായി പോയി. അപ്പൊ അതിനെ കുറിച്ച് ഇന്ന് 2 മാനേജേഴ്സും സംസാരിച്ചു. അത് 2 നിങ്ങൾ കേട്ടതല്ലേ? എന്താ തോന്നണേ? എന്താണ് അവസ്ഥ? ഉനൈ എമറിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, സ്വന്തം മാനേജറിനെക്കാൾ. സ്ലോട്ടിനെക്കാട്ടിലും ഉനൈ എമറിയുടെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഇഷ്ടമായി. മാനേജേഴ്സിന്റെ തെറ്റല്ല ഇത്, സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിന്റെ തെറ്റാണ്. മാനേജർ എന്ത് ചെയ്യാനാണ് അവനെ കൊണ്ട് അവിടെ ഇട്ടേന്? ഉനൈ എമറിന്റെയും തെറ്റല്ല, സ്ലോട്ടിന്റെയും തെറ്റല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഹ്യൂസിന്റെ മിസ്റ്റേക്ക് ആണെന്ന് വേണം പറയാൻ. കാരണം ആ ക്ലോസ് എന്ത് ആയാലും നമ്മുടെ പ്ലെയർ അല്ലേ, എൻഡ് ഓഫ് ദി ഡേ. ഒരു ലോണിലേക്ക് അയച്ച പ്ലെയർ നമ്മുടേതാണെന്നുണ്ടെങ്കിൽ
അതായത് ഞാൻ എന്താ വിചാരിച്ചത് വെച്ചാല് അടുത്ത സീസണിൽ വരില്ലാന്ന്. ഹീസ് ജോയിനിങ് ആർ പ്രീ സീസൺ നെക്സ്റ്റ് ഇയർ എന്നാണ് സ്ലോട്ട് പറഞ്ഞത്. അപ്പൊ ആസ് ലോങ് ആസ് ഹീസ് ആർ പ്ലെയർ, അവന്റെ വെൽഫെയർ നോക്കേണ്ടത് നമ്മുടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്, ഫിനാൻഷ്യലിനെക്കാട്ടും നമ്മുടെ ഒരു പ്ലെയർ ആണ് എന്ന രീതിയിൽ. അത് എസ്പെഷ്യലി നമ്മുടെ ക്ലബിലേക്ക് വരുന്ന യങ്സ്റ്റേഴ്സിന് ഈ ഒരു ഇഷ്യൂ നല്ല പേടിയുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു എവിടെയെങ്കിലും പോയി പെട്ടുപോകോ എന്നുള്ളൊരു പേടിയുണ്ടാവും. അപ്പം അത് ശരിക്കും എലിയട്ട് ആസ് എ ലിവർപൂൾ ഫാൻ ആൻഡ് ആസ് എ എന്താ ഒരു സക്സസ്ഫുൾ പ്ലെയർ ആണ്, ഒരു ക്വാളിറ്റി പ്ലെയർ ആണ്. നമ്മൾ 16-ാം വയസ്സിൽ 7 മില്യൺ കൊടുത്തത് എന്താണ് ഫുള്ളമിന്. അപ്പോ ആ പ്ലെയറിന്റെ വാല്യൂ കൂടി നഷ്ടപ്പെട്ടു. ഇപ്പൊ അവൻ ഇവിടെ വന്നിട്ട് കുറച്ച് ഗോളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സീസൺ വിൽക്കുമ്പോ, അല്ലെങ്കിൽ അവന് വീണ്ടും ലോണിലേക്കോ അല്ലെങ്കിൽ സെയില് വരുമ്പോ വി കുഡ് ഹാവ് ഗോട്ട് എ ഗുഡ് ഫീ. ഇപ്പം ഒരു കൊല്ലം മൊത്തം കളിക്കാണ്ട് അവൻ അടുത്ത കൊല്ലം നമ്മളിപ്പോ അവസാനം കൊടുക്കാൻ പോകുന്നത് ഫ്രീ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ 5 മില്യൺ ഒക്കെ കൊടുക്കേണ്ടി വരും. ഇംഗ്ലീഷ് പ്ലെയർ ആണ്. പ്ലെയർ ഈ സീസൺ കളിച്ചിരുന്നെങ്കിൽ ചിലപ്പം വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാവുമായിരുന്നു. സോ നമുക്കറിയാം മോർഗൻ ഗിബ്സുമായിട്ടും നമ്മുടെ ആന്റണി ഗോർഡൻ എന്നൊക്കെ പറയുന്ന റേറ്റ് 100 മില്യണും 80 മില്യണും ഒക്കെയാണ്. സോ ഫ്രം എ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഓൾസോ നമ്മള് അവനെ അറ്റ്ലീസ്റ്റ് ജാനുവരിയിൽ അവിടെ നിന്ന് പുൾ ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് കളിക്കാൻ പറ്റിരുന്നെങ്കിൽ, ഇപ്പം എസ്പെഷ്യലി വെസ്റ്റ് ഹാം അല്ലെങ്കിൽ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ടീമില് പീപ്പിൾ ഹു നോട്ടിംഗ്ഹാം ഓർ വെറെവർ അവനെ വിട്ടിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് പുള്ളിയുടെ വാല്യൂ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കുറെ മിസ്റ്റേക്സ് ഉണ്ട്. അവിടെയാണ് ഞാൻ എപ്പോഴും ആദ്യം തൊട്ടേ പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്ലോട്ട് ഇസ് എ ഈസി ടാർഗറ്റ് എന്ന് പറയാനുള്ള കാരണം ഈ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും നമ്മുടെ അപ്പർ മാനേജ്മെന്റ് ആണ്. അതായത് കൊണാട്ടയുടെ ഡീലാണെങ്കിലും കൊണാട്ടയുടെ ഡീൽ ഇതൊരു സൈൻ ആയിട്ടില്ല. ഇപ്പൊ നമുക്ക് താല്പര്യമില്ല എന്നാ പറയുന്നത്, ഇപ്പൊ അവന് താല്പര്യമില്ല എന്നാ പറയുന്നത്. ഇപ്പൊ കൊണാട്ട ഇല്ലെങ്കിൽ വി ആർ ബാക്ക് ടു ഹാവിംഗ് ലിയോണി ആൻഡ് യാക്കറ്റ് ആൻഡ് വാൻ ഡൈക്ക് ആൻഡ് ഗോമേസ് നെക്സ്റ്റ് സീസൺ. സോ അത് റിസ്ക് ആണ്. അപ്പോ ഒരുപാട് കാര്യങ്ങള് ഇതില് മാനേജ്മെന്റ് തെറ്റിയിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ആരോടാണ് ഞാൻ പറഞ്ഞത്, അതായത് ഹ്യൂസ് is so bad that he can't even renegotiate his own contract. പുള്ളി ഇതുവരെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തിട്ടില്ല. ആ പുള്ളിക്ക് അതുപോലും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തം കാര്യം പോലും. അപ്പോ ഒരുപാട് ട്രാൻസിഷനുകൾ ഉണ്ടാക്കി നമ്മൾ വരുത്തി വെച്ചിട്ടുണ്ട്. ഡിയാസിനെ വിറ്റിട്ട് റിപ്ലേസ്മെന്റ് സൈൻ ചെയ്യാത്തതും, അതോടൊപ്പം ഈ ഹാർവി എലിയറ്റ്, നമ്മുടെ ഇയാളില്ലേ വേറൊരു പ്ലെയറും കൂടി ലോണിൽ പോയിട്ട് ഒന്നും ഇല്ലാണ്ട് എവിടെയോ ഉണ്ടല്ലോ ഇപ്പം, നമ്മുടെ സാൽസ്ബർഗിലേക്ക് പോയ പയ്യൻ. എങ്ങോട്ട് പോയത്? സാൽസ്ബർഗിലേക്ക് പോയില്ലേ ലാസ്റ്റ് സീസൺ, പെപ്ജിന്റെ ക്ലബിലോട്ട്. നമ്മുടെ ഒരു നല്ല പ്ലെയർ ക്ലാർക്ക് ആയിക്കോട്ടെ, മോർട്ടൺ ആയിക്കോട്ടെ, എലിയറ്റ് ആയിക്കോട്ടെ, ഈ സീസണിലെ ഈ അധോഗതിയിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ആയേനെ ഇഫ് സ്ലോട്ട് വാസ് ഏബിൾ ടു കീപ് ദം ഹാപ്പി. ഓർ നമ്മുടെ അപ്പർ മാനേജ്മെന്റിന് അവർക്ക് ഒരു കരിയർ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാതെ പറയില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു കരിയർ പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഈ സീസൺ ഇവിടെ നിൽക്കും, അടുത്ത സീസൺ നിങ്ങൾക്ക് നല്ല സെയിൽ, നല്ല ക്ലബ് ഓപ്ഷൻ തരാന്നൊക്കെ അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ആൻഡ് ഈവൻ നമ്മുടെ എഡ്വേർഡ്സിന്റെ കാര്യം എടുത്താലും, എഡ്വേർഡ്സിനെ പോലെ ഒരു സോ കോൾഡ് ജീനിയസ് എന്നൊക്കെ പറഞ്ഞ മാസ്റ്റർ മൈൻഡിനെ കൊണ്ടുവന്നിട്ട് പുള്ളിക്ക് ഇതുവരെ ഒരു സെക്കൻഡ് ക്ലബ്ബ് നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല. സോ ആ ഫ്രണ്ടിലും വി ആർ കൈൻഡ് ഓഫ് ലാഗിങ് ബിഹൈൻഡ്. ഒരു ഹോൾ ഫുട്ബോൾ പ്രോജക്ട് എന്നൊരു പ്രോജക്ട് തന്നെ ഹിഞ്ച് ചെയ്തിരിക്കുന്നത് എഡ്വേർഡ്സിലും ഹ്യൂസിലും ആയിരുന്നു. So that is why I have a lot of sympathy for Slot, because ഒരുപാട് എന്താ പറയാ ബാക്ക് റൂം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി സല കോൺട്രാക്റ്റും സലയുടെ ആ ഔട്ട്ബേസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദ അപ്പർ മാനേജ്മെന്റ് അഗെയിൻ. സോ അങ്ങനെ ഒരു ഹാപ്പി അല്ലാത്തൊരു സ്ക്വാഡില് ആണ് പുള്ളി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ ചെറിയൊരു ഈ പറഞ്ഞതില് മോറോലെസ് ഞാൻ എല്ലാത്തിലും എഗ്രി ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു കാര്യത്തില് വി കുഡിന്റ് പുൾ ഹാർവി ഔട്ട്, കാരണം ഹാർവി എലിയറ്റിന് വേറെ കളിക്കാൻ പറ്റില്ല യൂറോപ്പില്. He played a player can only play 2 clubs. ഹാർവി എലിയറ്റ് 1 മിനിറ്റ് കളിച്ചു ലിവർപൂളിന് ഈ സീസണില്, 1 മിനിറ്റ്. ഇല്ല, യൂറോപ്പിൽ എവിടെ പറ്റില്ല, യൂറോപ്പിൽ പറ്റില്ല, we'll have to go out of Europe. പക്ഷേ ചെയ്യായിരുന്നു വില്ലയുടെ കൂടെ.
10 കളി കഴിഞ്ഞാലാണ് പെർമനന്റ് എന്നുള്ളത് മാറ്റിയിട്ട് 30 കളിയാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് 29 കളി കളിക്കായിരുന്നു. അവിടെ നമുക്ക് ചെയ്യായിരുന്നു. കാരണം ഉനൈ എമറിയും പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു എംപ്ലോയി അല്ലേ, നമ്മുടെ ക്ലബിന്റെ ഒരു എംപ്ലോയി. സുദീപ് പറഞ്ഞു, ഞാൻ കുറെ അല്ല, ഇതിനി മേക്കപ്പ് ചെയ്യോ എന്നുള്ളതാണ് ഇപ്പൊ ഈ പ്രശ്നം. ഒരു വർഷം നഷ്ടപ്പെട്ടുല്ലോ, ഇനി എന്ത് സംഭവിക്കും എലിയറ്റിന് എന്നുള്ളതാണ്. സ്ലോട്ട് ഇനി പ്രീ സീസണിൽ വരുന്നു പറഞ്ഞു, സ്ലോട്ടും എലിയറ്റും കൂടി പാച്ചപ്പ് ആവുമോ എന്നുള്ളതാണ് ഒരു കാര്യം. സ്ലോട്ടുമായിട്ട് ഒരു പ്രശ്നമില്ല. എലിയറ്റിനോട് പറഞ്ഞു സെക്കൻഡ് ചോയ്സ് ആണ്, വേർഡ്സ് വന്നു, വേൾഡ് കപ്പിൽ എലിയറ്റിന് കളിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ. സോ പുള്ളിക്ക് നല്ലൊരു ക്ലബ് തന്നെയാണ് എടുത്തു കൊടുത്തത്. പക്ഷെ ഞാൻ പറയുന്നത് Elliott to Aston Villa is never a bad deal. It was a great deal actually. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു പ്രശ്നം. പ്ലേയിങ് ടൈമിന്റെ ആയിരുന്നല്ലോ പ്രശ്നം വേൾഡ് കപ്പ് ആയിട്ട് ബന്ധപ്പെട്ട്. ഇനി അപ്പൊ പ്രശ്നമില്ല, വേൾഡ് കപ്പ് കഴിയും അപ്പോഴേക്കും പ്രീ സീസണായി ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് എലിയട്ടും റെഡി ആവുമോ, സ്ലോട്ട് റെഡി ആവുമോ എന്നുള്ളതാണ്. കാരണം സ്ലോട്ട് ഒരു മൈൻഡ് കീപ്പ് ചെയ്ത് ആൾക്ക് വേറെ സ്ഥലത്ത് പോയി കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കൂടെ ഇനി ഇല്ല എന്നുള്ളൊരു കട്ടായം പറയുന്ന പോലെ അങ്ങനെ ആയിരിക്കും ചിലപ്പോ ഉണ്ടാവുക. അതാണ് ഞാൻ പാച്ചപ്പ് ആവുമോ എന്ന് പറയുന്നത്. എലിയട്ടിനെ ഇനി വീണ്ടും കളിപ്പിക്കാൻ റെഡി ആവുമോ സ്ലോട്ട്, ഈ കാര്യങ്ങളാണ്. അതെ, എലിയട്ടിനെ വീണ്ടും കളിപ്പിക്കാൻ റെഡി ആവുമോ എന്നുള്ളതാണ്. അത് എങ്ങനെ സംഭവിക്കുന്നുള്ളത് പ്രീ സീസണിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാര്യം ഇനിയിപ്പോ ലിവർപൂളിന് സെയിൽ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ വാല്യൂ കുറഞ്ഞു. ഇനി ഒന്നെങ്കിൽ നല്ലൊരു ലോൺ വേണം വാല്യൂ വീണ്ടും വെക്കാൻ, അല്ലെങ്കിൽ പ്ലേയിങ് ടൈം കൊടുക്കണം. ഇപ്പൊ സ്ഥലം പോവുകയാണ്, എന്തായാലും റൈറ്റ് സൈഡിൽ വേണമെങ്കിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്, നമുക്ക് ഒരു വിങ്ങറെ മേടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അറിയില്ല അത് വീണ്ടും എലിയട്ട് ലിവർപൂളിൽ തന്നെ കളിക്കുമോ എന്നുള്ള കാര്യം. കോൺട്രാക്ട് നെക്സ്റ്റ് സീസൺ എക്സ്പയർ ആവും, അതായത് ഈ സീസൺ അല്ല, 2027. യെസ്, സോ ബേസിക്കലി വി വിൽ സെൽ ഹിം ഫോർ മണി. കാരണം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പോകും. എന്തായാലും അവൻ എക്സ്റ്റെൻഡ് ചെയ്യില്ല. ദ വേ വി ട്രീറ്റഡ് ഹിം, അവൻ എക്സ്റ്റെൻഡ് ചെയ്യില്ല. സോ ബേസിക്കലി സമ്മറിൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു 10 മില്യൺ 8 മില്യൺ ഒക്കെ അവനെ ഫുള്ളമിലേക്കോ അല്ലെങ്കിൽ പ്രോബബ്ലി നോട്ടിംഗം ഫോറസ്റ്റോ എവിടേക്കെങ്കിലും പോകും. അവൻ ഗംഭീരമായിട്ട് കളിക്കും, നമ്മൾ നോക്കിയിരിക്കും. അതായിരിക്കും സംഭവിക്കാം. കാരണം ഈ ഒരു പ്രശ്നം നമുക്ക് അതാണ് നമ്മുടെ മൈക്കിൾ എഡ്വേർഡ്സിന്റെ മാസ്റ്റർ ക്ലാസ് ഫ്രീ ട്രാൻസ്ഫർ. ഒരു വർഷം കളിപ്പിച്ചു, ഒരു സീസൺ കളിപ്പിച്ചിട്ട് ഫ്രീ ആയിട്ട് വിടാലോ വേണമെങ്കിൽ. വലിയ വ്യത്യാസമില്ല. 8 മില്യൺ സ്ലോട്ട് കളിപ്പിക്കോ? സ്ലോട്ട് എന്റെ ടീമിൽ തന്നെ ഇല്ല എന്ന് പറഞ്ഞാണ് എലിയട്ടിനെ. അതെ, നോക്കാം, നമുക്ക് എന്തുണ്ടാവുക നോക്കാം. പ്രശ്നമാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, സ്ലോട്ടിനെ മാത്രം ഒഴിവാക്കി വിട്ടു കഴിഞ്ഞാൽ ഇതൊന്നും ശരിയാവാൻ പോണില്ല. യു നീഡ് എ കംപ്ലീറ്റ് റീവാമ്പ്. അല്ലെങ്കിൽ ഇവരെന്താ ഉദ്ദേശിച്ചെന്നുള്ള ഈ സമ്മറിൽ വല്ലതും കാണണം. പക്ഷെ ഇതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ അവരുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം ആരും മിണ്ടുന്നില്ല. സോ അവർക്ക് എല്ലാവർക്കും അറിയാം 3 കൊല്ലം കഴിഞ്ഞാൽ പരിപാടി തീർത്തിട്ട് അവർ പോകും. അപ്പോ സംതിങ് ഹാസ് ടു ഹാപ്പൻ. എന്റെ ഒരു പ്രഡിക്ഷൻ, ഒരു പ്രതീക്ഷ ഇസ് ദാറ്റ് ഹ്യൂസ് വിൽ ലീവ് ദിസ് സമ്മർ. ഈ സമ്മറിന്റെ ഒരു എൻഡിൽ Hughes will probably leave and we'll have a new sporting director coming in by അതായത് ഈ സമ്മറിന്റെ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞാല് കഴിയാറാവുമ്പോ ഹ്യൂസ് പോവും. എന്നിട്ട് we'll have a new sporting director in place who will have no problem of sacking Slot if that need arises. കാരണം ഹ്യൂസിനെ ഞാൻ അപ്പോയിന്റ് ചെയ്ത ആള് തോറ്റു കൊള്ളില്ല എന്ന് ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പുതിയ ഒരാളെ വെച്ചിട്ട് ഹ്യൂസ് എന്തായാലും പാളി. കാരണം ഇങ്ങനെ ഒരു ക്ലബിൽ ഒരു കോൺട്രാക്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു എന്താ പറയാ റിന്യൂവൽ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരുടെ കോൺട്രാക്റ്റും ഇങ്ങനെ തന്നെ. ഗ്രാവൻബർഗ് ഒഴികെ സൊബോസ്ലൈൻ ഇതുവരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഈ സമ്മറിൽ മെഡ്രിഡ് തൂക്കിക്കൊണ്ടു. സൊബോസ്ലൈ ഇസ് എ പെർഫെക്റ്റ് മൊറീനിയോ പ്ലെയർ ഓൾസോ. നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, ടാലന്റ് ഉണ്ട്, മിഡ്ഫീൽഡിൽ ഇഞ്ചിനാണ്. മെക്കാലിസ്റ്റർ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇനി പോകുന്നു ടു മെഡ്രിഡ്. അപ്പോ കുറച്ച് കാര്യങ്ങൾ ഈ സമ്മറിൽ ശരിയാവാനുണ്ട്. അത് ശരിയായി കഴിഞ്ഞാൽ
ഒരു പ്യൂർലി ഫുട്ബോളിംഗ് പെർസ്പെക്റ്റീവില് 2 വിങ്ങേഴ്സും കുറച്ച് പ്ലേയേഴ്സും വരണം. അതായത് കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും കാര്യങ്ങൾ. സോ സമ്മറിൽ ഇതിൽ പറഞ്ഞ ഈ ഇതായിട്ട് ബന്ധപ്പെട്ട റൂമർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്ലോട്ടിനെ സാക്ക് ചെയ്യാത്തതിന്റെ ഒരു റീസൺ ഇത് തന്നെയാണ്. മീൻസ് റിച്ചാർഡ് ഹ്യൂഗ്സിന്റെ ഒരു വർഷം ഉണ്ടല്ലോ കോൺട്രാക്ട്. അപ്പൊ അത് തീരുന്നവരെ വെയിറ്റ് ചെയ്യാണ്. ഇല്ലെങ്കിൽ പുതിയ ഒരു മാനേജറെ ഇപ്പോ ഹ്യൂഗ്സ് തന്നെ കൊണ്ടുവരികയാണെങ്കിൽ, സ്പോർട്ടിംഗ് ഡയറക്ടർ മാറുകയാണെങ്കിൽ വീണ്ടും മാറ്റേണ്ടി വരും സ്ലോട്ടിന്. അല്ലെങ്കിൽ പുതിയ മാനേജർ ആരെയാ കൊണ്ടുവരണമെന്ന് വെച്ചാൽ, കാരണം സ്പോർട്ടിംഗ് ഡയറക്ടർക്ക് പറ്റിയ മാനേജർ വേണമല്ലോ. എന്തായാലും ഒരു സീസണും കൂടി, അതായത് ഹ്യൂഗ്സിന്റെ കോൺട്രാക്ട് തീരുന്നവരെ സ്ലോട്ട് തന്നെ ആയിരിക്കാം. രണ്ടുപേരുടെ കോൺട്രാക്ട് ഒരേ സമയം തീരും. എനിക്ക് തോന്നുന്നത് എഡ്വേർഡ്സും ഹ്യൂഗ്സും പോവും, സ്ലോട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അതാണ് എനിക്ക് കാണുന്നത്. കാരണം സ്ലോട്ടിന് എന്തായാലും ഒരു കൊല്ലം കൂടി കൊടുത്തിട്ട് അതിനു മുമ്പ് റിച്ചാർഡ് ഹ്യൂസും ഇവരും പോകാനാണ് സാധ്യത. കാരണം എല്ലാം കൂടി ഒറ്റ സമ്മറിൽ മാറ്റില്ല ഇവര്. ഇനി നോക്കാം. ഗണേശ് എന്തോ പറയാൻ ഒന്നും പറയാനില്ല. നമ്മള് പ്ലേയേഴ്സ് എല്ലാം കൂടി ഒരൊറ്റ വിൻഡോയിൽ ഒരുപാട് പ്ലേയേഴ്സിനെ മാറ്റി, എന്നിട്ടാണോ ഈ മൂന്ന് ആൾക്കാരെ മാറ്റാനുള്ള പ്രശ്നം? പോവാണെങ്കിൽ മൂന്നും പോട്ടെ, മാത്രം ശരിയാവില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പക്ഷെ സാധ്യത ആദ്യം ഹ്യൂസിനെ പറഞ്ഞിട്ട് എന്താ പറയാ, ക്ലോപ്പ് ഒരു പോയിന്റ് ഓഫ് വ്യൂ മേ ബി ലാസ്റ്റ് ഇയർ കോൺട്രാക്ട് എൻഡ് ചെയ്യുന്ന സമയത്ത് ഹി വാസ് വെരി അഡമന്റ് അബൌട്ട് ഹിസ് പ്ലേയിങ് സ്റ്റൈൽ. അതായത് നമ്മൾ ഇങ്ങനെ കളിക്കുള്ളൂ, നമ്മൾ ഇങ്ങനെ കളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ ഗെയിം മാനേജ്മെന്റ് ഇല്ലായിരുന്നു. എപ്പോഴും അറ്റാക്ക് ചെയ്ത് കളിച്ച് ഗോൾ കൺസിഡർ ചെയ്യായിരുന്നു. പക്ഷേ സ്ലോട്ട് തുടക്കം തന്നെ എങ്ങനെയാണ്, ഞാനിങ്ങനെ കളിക്കുള്ളൂ എന്ന് പറഞ്ഞൊരു രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തായാലും അധികകാലം നമുക്ക് പ്രോത്സാഹിപ്പിച്ച് പോകേണ്ട കാര്യമല്ല. എന്താണ് ഇതിപ്പോ ഞാനും ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പരമാവധി ഡിഫെൻഡ് ചെയ്യാൻ, അത് നമ്മൾ ബേൺലിയോ ബസ് പാർക്ക് ചെയ്യാൻ എന്ത് തരം ഇന്റൻഷനാണ് ഗെയിമിലുള്ളത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ബസ് ബാക്കിയുള്ള ആൾക്കാരെ ബസ് പാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് മൂപ്പർ എന്നെ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം. പക്ഷെ നമുക്കത് ചെയ്യാൻ അറിയില്ല. അയാൾക്ക് അത് ഉറപ്പായിട്ട് ചെയ്യാൻ അറിയില്ല. ഇന്ന് പ്രസ് കോൺഫറൻസിൽ അതല്ല പറഞ്ഞത്. ഇന്ന് പറഞ്ഞത് അയാൾ പലതും തള്ളും. നമ്മൾ PSG പോലെ കളിക്കുന്നു പറയും, PSG പോലെ കളിക്കുകയാണെന്ന് പറയും. ആകെ PSG പോലെ കളിക്കുന്നത് ഗെയിം കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബോൾ എടുത്ത് ഓപ്പണന്റ് ഹാഫിൽ ത്രോയിൻ മേടിക്കുക. അത് മാത്രമേ PSG നമുക്ക് ചെയ്യാൻ അറിയുള്ളൂ. ബാക്കിയുള്ളതൊന്നും നമുക്കൊന്നും ചെയ്യാൻ അറിയില്ല. അവന്മാർ 6-7 ഗോൾ അടിക്കും, നമ്മൾ മേടിക്കും. അതിലേക്കുള്ള ട്രാൻസിഷൻ ആണ് അടുത്ത സീസണും അത് തുടരും. ട്രാൻസിഷൻ ഇനിയിപ്പോ കളി തുടങ്ങുന്നത് ത്രോയിൻ ആണ്. ഇനി കളി അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് അടുക്കുള്ള സാധനങ്ങളൊന്നും നമ്മൾ PSG പോലെ ചെയ്യില്ല, ഉറപ്പായിട്ടും ചെയ്യില്ല. നോക്കാന്ന്, കാരണം സ്ലോട്ട് അത് ഉറപ്പ് പറയുന്നുണ്ട്. അങ്ങനെയാണ്, അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാൻസിഷൻ അടുത്ത പ്രീ സീസണിൽ ഇപ്പോ ഒരു അത് കണ്ടു, ലിസ്റ്റ് ഇട്ടേക്കണ കണ്ടു നമ്മുടെ ഗ്രൂപ്പില്. സ്വരൂപ് തന്നെ ഇട്ടെന്ന് തോന്നുന്നു. ഒരു 6 പ്ലേയേഴ്സ് ഒക്കെയാണ് നമ്മുടെ മിക്കവാറും വേൾഡ് കപ്പിന് പോകാൻ ചാൻസ് ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ വെച്ച് പ്രീ സീസൺ നന്നായിട്ട് പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന ഒരു വേൾഡ് കപ്പിന് പോകുന്നവർ ആവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ എന്നാലും ഒരു പ്രീ സീസൺ ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ കിട്ടും. അപ്പോ പ്ലേയിങ് സ്റ്റൈലൊക്കെ ഇമ്പ്രൂവ് ആവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യണം. അല്ല, നമ്മൾ പ്രഡിക്ഷൻ നടത്തിയില്ല. നമ്മൾ ഈ മാച്ച് പ്രഡിക്ഷൻ നടത്തിയില്ല. മാച്ച് പ്രഡിക്ഷൻ വില്ല ലിവർപൂൾ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. പ്രഡിക്ഷൻ 1-1 ഗണേശ നമ്മൾ ജയിക്കില്ലേ? ഞാൻ പറയണ 1-2 0-3. കാരണം ആസ്റ്റൺ വില്ല വോണ്ട് കെയർ. നമ്മളോ 1-2. അതുകൊണ്ട് നമ്മൾ ജയിക്കും. നമ്മളെവിടെ കെയറിംഗ് ഉള്ളത്? അല്ല, അവർക്ക് ഒട്ടും കെയർ ഉണ്ടാവില്ല. കാരണം അവർക്ക് ഇത് മാച്ചിനെ കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് കുറെ കാര്യമുണ്ട്. ഫൈനൽ പിന്നൊരു പ്രധാനപ്പെട്ട ചാമ്പ്യൻസ് ലീഗ് ഇതിലിപ്പോ 2-3 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവന്മാർക്ക് ചാമ്പ്യൻസ് ലീഗ് കിട്ടും. യൂറോപ്പ് അടിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് കിട്ടും. ഇപ്പോ
ഈ ഒരു കളി ജയിച്ചാ പോരെ? ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു ട്രോഫി എടുക്കുന്നത് അവർക്ക് ജസ്റ്റ് അനദർ ഗെയിം. ഈ 2 കളിയും ഈ കളി കഴിഞ്ഞതും അടുത്ത സ്ലോട്ടിൽ ആ കളി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി സമയമുണ്ട് കളിക്കാൻ ഫൈനൽ കളിക്കാൻ. ഇതൊന്നപ്പോ അടുത്ത ആഴ്ച വരുമ്പോൾ ഫൈനൽ അല്ലല്ലോ. ഇന്നലെ പാലസ് കണ്ടില്ലേ, ആരും വാർട്ടൺ കളിച്ചില്ല. പാലസ് ആയിക്കോട്ടെ, പാലസ് എപ്പോഴോ കപ്പടിച്ച ടീമുകളാണ്. അപ്പോ അതല്ല കുറച്ചുകൂടി നല്ല എക്സാമ്പിൾ ഉണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇതുപോലെ പ്ലേയേഴ്സിനെ കുറെ പേര് റെസ്റ്റ് ചെയ്യിച്ചിട്ട് സെക്കൻഡ് ഹാഫില് ഗിബ്സ് വൈറ്റിനെ കൊണ്ടുവന്നു. മോർഗൻ ഗിബ്സ് വൈറ്റിന് വലിയ ഇഞ്ചുറി ആയി പോയിട്ട് കളിക്കാൻ പറ്റിയില്ല. അതുപോലെ അവർക്ക് പുറത്താവുകയും ചെയ്തു. അതിന്ന് ഫൈനലിലേക്ക് കയറാൻ പറ്റിയില്ല. അപ്പൊ അത് വളരെ കീ ആണ്. നമ്മുടെ ഏറ്റവും കീ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ അവര് സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള സാധ്യതയില്ല, പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ സാധ്യതയില്ല. അത് കറക്റ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യണം. എന്നാലും അവര് ജയിക്കാൻ നോക്കും. എനിക്ക് മനസ്സിലാകുന്നില്ല. 11 ആള് കളിക്കും, ആരായാലും സെക്കൻഡ് ടീം ആയാലും തേർഡ് ടീം ആയാലും 11 ആള് അവര് കളിക്കും. 11 ആള് നമ്മള് ഇറക്കും. 2 ടീമും കളിക്കാൻ പോകുന്നില്ലല്ലോ. പ്രോപ്പർ പ്ലേയിങ് സ്റ്റൈൽ ഉണ്ട്, അവർക്ക് കളിക്കാൻ അറിയാം. ഹോം മാച്ചാണ്. ഹോം മാച്ചിൽ അവർ എന്തായാലും ഫാൻസിന്റെ അണ്ടറിൽ ഇങ്ങനെ കളിക്കില്ല. അവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ ആ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു ബേർഡൻ പോകും. പിന്നെ ആ ഒരു ഫൈനൽ മാത്രം ചിന്തിച്ചാൽ മതി. വേറൊരു മോട്ടിവേഷൻ ഉള്ളത് ഫൈനൽ ഹോം ഗെയിം ആണോ ഈ സീസണിലെ? ഇപ്പോഴും അല്ല, ഞാൻ പറയാലോ, നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നത് എതിർ ടീം മൂഞ്ചി കളിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതായത് നമ്മൾ മര്യാദ കളിക്കുന്ന ആരും പറയുന്നില്ല. അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ മൊത്തം ഓപ്പണൻസിലാണ്. അവന്മാരിങ്ങനെ കളിക്കും, അവന്മാർ ഇവരെ ആരെ ഇറക്കില്ല, 10 ചേഞ്ചസ് വരുത്തും, ഗോൾ കീപ്പർ ഇല്ലാതെ കളിക്കും, അങ്ങനെയൊക്കെയാ നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മളെപ്പോഴാണ് ഫുട്ബോളിംഗ് ടേംസിൽ നമ്മുടെ കാര്യം പറയാൻ പോകുന്നത്? ഫുട്ബോളൊക്കെ വിട്ടിട്ട് ഒരു മാസമായി, എല്ലാരും വെക്കേഷനിലാണ്. ഗണേഷ് പറഞ്ഞില്ലേ, അവരും ഒരു കളി എങ്ങനെയെങ്കിലും ജയിച്ച് ഇത് ക്വാളിഫൈ ആക്കാൻ നോക്കുന്നുള്ളത്. അവർക്കും അതിന് ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ബോൺമൂത്ത് ആണ് നമ്മള് തൊട്ട് താഴെ ഉള്ളത്. ബോൺമൂത്തിന് അടുത്ത കളി സിറ്റിയാണ്. അത് എന്തായാലും ഒരു പൊട്ടും. എങ്ങനെ പോയാലും എത്തൂല. ആർക്കും ആവശ്യമില്ല. അതൊന്നും വേറെ, അതൊക്കെ വേറെ. ഇവരുടെ ഒരു മോട്ടിവേഷൻ ഞാൻ പറയാം ജയിക്കാനുള്ളത്, ഫൈനൽ ഹോം ഗെയിം ഓഫ് ദി സീസൺ. അതെപ്പോഴും അവസാനത്തെ ഹോം ഗെയിം ജയിച്ച് സീസൺ അവസാനിപ്പിക്കാൻ മിക്കവാറും എല്ലാ ക്ലബ്സും ട്രൈ ചെയ്യും. അത് മാത്രമേ വേറെ ഒരു മോട്ടിവേഷൻ ഉള്ളൂ. എന്നാലും അവർക്ക് കപ്പ് ഫൈനലാണ് വലുത്. നമ്മുടെ ക്ലബ്ബ് പിന്നെ നമ്മുടെ പ്ലേയേഴ്സിന് പിന്നെ ഒന്നുമില്ലല്ലോ. ഈ ആഴ്ച കുട്ടനാട്ടില് നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് കുറച്ച് ആൾക്കാർ. വെക്കേഷനിലാണ്, ഒന്നും പിടിക്കാനില്ല. കഴിഞ്ഞ ആഴ്ച റോമിലായിരുന്നു. അപ്പോ ഇതാണ് കുട്ടനാടാന്ന് തോന്നുന്നു. ഗെയിംസിനെ കുറിച്ച് സംസാരിക്കാം. ആഴ്സണൽ വേഴ്സസ് ബേൺലി. ആഴ്സണൽ എത്ര റൺ അടിക്കും? 5 അടിക്കോ 6 അടിക്കും? ആഴ്സണൽ മിക്കവാറും 2 റൺ അടിക്കും, അവിടെ നിർത്തും. ഓർക്ക് റിസ്ക് എടുക്കാണ്ട് എങ്ങനെയും ബോൾ നോക്കണ്ട ആവശ്യമില്ല. അല്ല, എന്നാലും ലാസ്റ്റ് ഗെയിം വരാൻ ഡ്രോ ആയാലോ? ലാസ്റ്റ് ഗെയിം മറ്റേ ഇവര് ക്രിസ്റ്റൽ പാലസിന്റെ കൂടെ പ്ലേ ഫൈനൽ 3 days later കളിപ്പിക്കാൻ പോകുന്നില്ല ക്രിസ്റ്റൽ പാലസ്. ക്രിസ്റ്റൽ പാലസ് മിക്കവാറും അണ്ടർ 21 എങ്ങനെ ഇറക്കും. യാതൊരു പ്രശ്നവുമില്ല. സിറ്റിയുടെ ആൾക്കാർ തരാന്ന് പറയും കപ്പിന്റെ പ്രൈസ് മണി. അവിടെ മറ്റേ സാധനം അറിഞ്ഞില്ലേ, ഈ എസന്റെ കോൺട്രാക്റ്റില് ആഴ്സണൽ ലീഗ് അടിച്ചു കഴിഞ്ഞാൽ 10 മില്യൺ ക്രിസ്റ്റൽ പാലസിന് തരണം. അതെ, അതുകൊണ്ട് പാലസിന് അതും ഒരു മോട്ടിവേഷനാണ് തോക്കാൻ. പിന്നെ ബ്രെൻഫോർഡിന് തോക്കണം ലാസ്റ്റ് കളി. അതെ, അല്ല ആഴ്സണലിന് വേറൊരു പ്രശ്നമുള്ളത് റൈറ്റ് ബാക്ക് ആണ് അവരുടെ ഇഷ്യൂ. മോസ്കേറ മാത്രമേ ഇപ്പൊ ഉള്ളൂ, മീൻസ് അവിടെ കളിക്കുന്നത് പ്രോപ്പർ റൈറ്റ് ബാക്ക് അല്ല. വൈറ്റ് ഇഞ്ചേർഡ് ആണ്. ബേൺലിയാണ്. അല്ല, അത് ലോങ് ടേം പോലെയാണ്. ബേൺലി ആണ്, ചിലപ്പോ പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു വരും. അതായത് ബേൺലിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, ആ ഒരു ഗെയിമിന്റെ അവസ്ഥ എങ്ങനെയാണ്. നമ്മള് വിചാരിച്ചു വെസ്റ്റ് ഹാമിനോട് സിമ്പിൾ ആയിട്ട് ഒരു പാട്ടുപാടി ജയിക്കുന്നത്. വെസ്റ്റ് ഹാമിന് കളിക്കാനുണ്ടായിരുന്നു. വെസ്റ്റ് ഹാമിന്റെ കൂടെ ആയിരുന്നത് ഓൺലി പ്ലേസ് where they could slip. പക്ഷെ അത് അവര് തരണം ചെയ്തു.
ഇനി ബേൺലി ആയാലും ക്രിസ്റ്റൽ പാലസ് ആയാലും എങ്ങനെ പോലും തോക്കാൻ പോകുന്നില്ല. അവര് ഡ്രോ പോലും ആവാൻ പോകുന്നില്ല. ഈസി വിൻ ആയിരിക്കും രണ്ടും. എനിക്കെന്തോ ഒരു അപാകത ബേൺലി ആണ് ആർസണൽ ആയതുകൊണ്ടാണ്. കമ്പനി ബേൺലിയുടെ കൂടെ ഗോളടിച്ചേ. എനിക്കൊരു ഓർമ്മ ലോങ് റേഞ്ച് ആയിരിക്കും. ലെസ്റ്റർ അല്ലേ? എനിക്ക് ഓർമ്മയില്ല. ലെസ്റ്റർ ആണോ? എനിക്ക് ഓർമ്മയില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലെസ്റ്റർ. ആ ഒരു ലെവൽ ഗെയിം ആയിരിക്കും. ആരാ ഗോളിക്കാൻ പോകുന്നതെന്ന് അറിയാത്തുള്ള ഒരു ഗെയിം ആയിരിക്കും. അല്ല, അത് ബേൺലി കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് കളിക്കും. കാരണം ഇപ്പോ കഴിഞ്ഞ മാച്ച് തന്നെ കണ്ടില്ല, അവര് ഗോൾ അടിക്കാൻ നോക്കി 2 ഗോളൊക്കെ അടിച്ചു. അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് അവര് ഓപ്പൺ ആയിട്ട് അവർക്ക് വേറെ ഒന്നും നോക്കാല്ലേ. അവർക്ക് ഒരു സീസൺ തീർന്നു പോകും. അവര് ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് കളിക്കും. കാരണം ആ പ്ലേയേഴ്സ് ഒക്കെ ഏത് ക്ലബിലേക്കാണ് ഈ പോകണ്ടേ എന്നുള്ളതൊക്കെ അവര് നോക്കുമായിരിക്കും. എന്തായാലും റെലഗേറ്റ് ആവുകയാണല്ലോ ഈ പ്ലേയേഴ്സ്. ആന്റണിയൊക്കെ ചിലപ്പോൾ പുതിയ ക്ലബ്ബ് നോക്കുന്നുണ്ടാവും. ഉഗച്ചെക്വ, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് അവരുടെ നല്ല പ്ലേയേഴ്സ്. എസ്റ്റവേ, ഇവർക്കൊക്കെ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ വേറെ നല്ല പ്രീമിയർ ലീഗിൽ തന്നെ നല്ല ക്ലബ്സിന് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവര് അത് കാരണം ഫ്രീ ആയിട്ട് അവരുടെ സ്കില്ല് കാണിക്കാനും ഒക്കെ ആയിട്ട് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കളിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് പറ്റണ പോലെ ഫ്രീ ഫ്ലോയിങ്. അപ്പോ സിറ്റിനെ സഹായിക്കും ചിലപ്പോ കൈൽ വാക്കർ. വിട്ടതല്ലേ? അതെ, അത് കലിപ്പില് ഇറങ്ങിപ്പോന്നാണല്ലോ. അല്ലെങ്കിൽ റെഡ് കാർഡ് മേടിച്ചു പോകും. അത് ഇതിനു മുമ്പ് മേടിച്ചിട്ടുള്ള 3-0 ആഴ്സണൽ സുഖമായിട്ട് കംഫർട്ടബിൾ വിൻ ആയിരിക്കും. 3-0 വിൻ. ഞാൻ 2-0. ഞാൻ ഗോയിങ് ഫോർ എ ഡ്രോ. ഓ, 5-0. അതും സാധ്യത. ഗ്യോക്കറസ് ഹാട്രിക് പെർഫെക്റ്റ് ക്ലബാണ്. ഗ്യോക്കറസിന് ഗോൾ അടിക്കാൻ പറ്റിയ ക്ലബാണ്. അവന്മാരെ അലമ്പാക്കുന്ന എനിക്ക് തോന്നുന്നു ആർസണൽ ലീഗ് അടിച്ചാലും ആർസണൽ പാവം ക്ലബ്ബ് വെക്കുന്നത് സെൽഹസ് പാർക്കിലാണ്. സങ്കടം. ആർസണലില് ഈ ബോട്ട്ലേസ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഒന്ന് പറയണ്ടേ? അപ്പൊ ആർസണലിൽ ആ സ്റ്റേജ് കടന്നു. ആ ബോട്ട്ലിങ് ആ ഒരു കടമ്പ അവർ കടന്നു. കുറച്ച് ഒരു 3-4 ഗെയിം വീക്ക് മുമ്പ് അവര് ഭയങ്കര പ്രഷറിലായിരുന്നു. ബോട്ട്ലേസ് എന്നൊക്കെ വിളിച്ച് എല്ലാവരും പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പക്ഷെ ആ സ്റ്റേജ് അവർ കടന്നു. അത് ഇനിയിപ്പോ അവര് തിരിച്ചതിലേക്ക് പോലെ ഇനി ടൈറ്റില് ജയിച്ച് അവര് ആ പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി ഒക്കെ അതിലേക്ക് എത്തിയിട്ടുണ്ട്. മീഡിയയിൽ ഓൾറെഡി സിറ്റിനെ ക്രിറ്റിസിസം തുടങ്ങി. കാരണം സിറ്റി ലാസ്റ്റ് 2 സീസണിൽ സ്പെൻഡ് ചെയ്ത പൈസ വെച്ചിട്ട് വാക്ക് ദ ലീഗ്. കാരണം ലാസ്റ്റ് ജാനുവരി, ഈ സമ്മർ, ഈ ജാനുവരി ലുക്ക് അറ്റ് ദ പ്ലേയേഴ്സ് ദേ ഹാവ് ബോട്ട്. സോ സിറ്റി ഈസ് ഓൾസോ നോട്ട്, നമുക്ക് അവരെ ഒരു ഫ്രീ പാസ് കൊടുക്കാൻ ഇല്ല. കാരണം ഈ സീസൺ ദേ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. കാരണം ഇറ്റ്സ് an 85 point ലീഗ്. സോ വേറെ ജാനുവരിയിൽ കീ സൈനിങ്സ് അവര് നടത്തി ഇതിനു വേണ്ടിട്ട്, ലീഗ് അടിക്കാൻ വേണ്ടിട്ട് തന്നെ. എന്നിട്ടും അവർക്ക് അത് എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോ പിന്നെ മാത്രമല്ല, ഗാഡിയോള വിട്ടു. ഗാഡിയോള ലീഗ് കിട്ടില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അത് കാരണമാണ് കഴിഞ്ഞ മാച്ച് ഞാൻ ഞെട്ടിപ്പോയി. അതാണ് ആൾ ഗീവ് അപ്പ് ചെയ്തു. ഡോക്കു ഇല്ല, ചേർക്കി ഇല്ല, പിന്നെ സ്ക്വാഡിന് പോലും ഇല്ല. എല്ലാ കളിയും മസ്റ്റ് വിൻ അല്ലേ? ഐ തിങ്ക് ഗാഡിയോള FA കപ്പ് ജയിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രീമിയർ ലീഗിൽ ചാൻസ് ഇല്ലാന്ന് ഉറപ്പിച്ചു. ഗാഡിയോള ഗിവ് അപ്പ് ചെയ്തു. ഇനി ഒരു ചാൻസ് ഇല്ലാന്ന് നിർത്തി. ആർസണലിന് ആർട്ടറ്റയ്ക്ക് ലീഗ് കൊടുത്തു എന്നുള്ളത് കയ്യില് എടുത്തു കൊടുത്തു. മറ്റേ ആ ഫാന് ചോദിച്ചോണ്ടായിരിക്കും പ്ലീസ് ലെറ്റ് ആർസണൽ വിൻ ദി ലീഗ് എന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം മറ്റേ ഗ്രസ് ഇറങ്ങി വരുന്നപ്പോ പറയുന്നത് കണ്ടത്. അതുകൊണ്ടായിരിക്കും എനിക്കെന്തോ ബേൺലി ഗെയിം ഒരു അപാകത തോന്നുന്നുണ്ട്. കളി കഴിഞ്ഞിട്ട് നോക്കാം. ഈ വീക്കിലെ പ്രിവ്യൂ നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആർസണലിന്റെ ഗെയിമൊക്കെ നമ്മുടെ ചൊവ്വാഴ്ച, തിങ്കളാഴ്ച ഒക്കെയാണ്. നമ്മൾ ശരിക്കും പറയേണ്ട മാച്ച് ലിവർപൂൾ ആസ്റ്റൺ വില്ല നാളെ, പിന്നെ മാൻ യുണൈറ്റഡ് നോട്ടിംഗം ഫോറസ്റ്റ്. ഒരു ഗുണമില്ലാത്ത കളിയാണ്. കാരണം 2 ടീമിനും ഒന്നും ചെയ്യാനില്ല. ബ്രെൻഫോർഡ് പാലസ്. ബ്രെൻഫോർഡ് ഹാസ് an outside chance for Champions League. Palace won't give up. പിന്നെ ലീഡ്സ് ബ്രൈറ്റൺ ഹാസ് എ ചാൻസ് ഫോർ ചാമ്പ്യൻസ് ലീഗ്. വുൾസ് ഫുൾഹാം എന്തിനാ കളിക്കുന്നത് അവർക്കറിയില്ല.
പിന്നെ എവർട്ടൺ സണ്ടർലൻഡ് അഗെയിൻ സണ്ടർലൻഡ് ക്യാൻ ഫിനിഷ് അബവ് ന്യൂകാസിൽ എന്നൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ആൻഡ് വെസ്റ്റ് ഹാം ന്യൂകാസിൽ അഗെയിൻ ഇമ്പോർട്ടന്റ് ഗെയിം. അതിനെ കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം. വെസ്റ്റ് ഹാം ജയിക്കോ, വെസ്റ്റ് ഹാമിന് ചാൻസ് ഉണ്ടോ? ഐ എം ഗോയിങ് ഫോർ വെസ്റ്റ് ഹാം വിൻ ഇൻ ദിസ് വൺ. എനിക്ക് തോന്നുന്നു ന്യൂകാസിൽ ഹാസ് നത്തിങ് ടു പ്ലേ ഫോർ, വെസ്റ്റ് ഹാം ഹാസ് എവറിത്തിങ് ടു പ്ലേ ഫോർ. ഇപ്പൊ ആർസണലിന് കൂടെ വെസ്റ്റ് ഹാം ആൻഡ് ആർസണൽ ഹാഡ് എവറിത്തിങ് ടു പ്ലേ ഫോർ. അപ്പോ ആ ഒരു അത് മാച്ചായി പോയി ആൻഡ് ക്വാളിറ്റി വൺ. പക്ഷെ ഈ മാച്ചിൽ എനിക്ക് ന്യൂകാസിൽ ഹോളിഡേ ഇൻ ദർ മൈൻഡ്. കാരണം ഒന്നും കിട്ടാൻ പോകില്ല ഈ സീസൺ. അപ്പൊ ഓൾറെഡി ആന്റണി ഗോർഡൻ ബയോണിലേക്കുള്ള ബാഗ് പാക്ക് ചെയ്യുന്നുണ്ടാവും. ടൊണാലി ആർസണലിന്റെ ലീഗ് അടിക്കുമോ ഇല്ലയോ നോക്കുന്നുണ്ടാവും. ബാക്കിയുള്ളവര് വേൾഡ് കപ്പ് കളിക്കാനുള്ളവർ അങ്ങോട്ടേക്കും മെല്ലെ കളിച്ചാൽ മതി. ഇപ്പം വെസ്റ്റ് ഹാം വിൽ ഗോ ഫോർ ഇറ്റ്. വെസ്റ്റ് ഹാം വിൽ ഹാവ് ടു വിൻ. സോ ഐ തിങ്ക് വെസ്റ്റ് ഹാം ഹാസ് എ ചാൻസ് ടു എന്താ പറയാ വിൻ ദ ഗെയിം. വേറൊരു കാരണം കൂടി ഉണ്ട്. അതായത് ന്യൂകാസിൽ ഫാൻസിന്റെ അവസ്ഥ ലിവർപൂൾ ഫാൻസിന്റെ അവസ്ഥ ഒരേപോലെ. അതായത് സ്ലോട്ട് പോവോ ഇല്ലയോ ഡൗട്ട് വന്നു കഴിഞ്ഞാല് ഫാൻസിനൊരു എനർജി ഉണ്ടാവും. അതായത് ഒരു ഡിസിഷൻ ആയില്ല, സ്ലോട്ട് പോകണില്ല എന്ന് ഏകദേശം തീരുമാനം ആയതുകൊണ്ടാണ് എല്ലാവരും കൈവിട്ടത്. അതേപോലെയാണ് എഡി ഹൗവിന്റെ കാര്യം. ന്യൂകാസിൽ ഓൾറെഡി അനൗൺസ് ചെയ്തു, അതായത് അയാൾ അടുത്ത കൊല്ലം അയാൾ തന്നെ ആയിരിക്കും, നമ്മൾ റീബിൽഡിംഗ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. സോ ബേസിക്കലി ഫാൻസിന് ഇപ്പം കളി തോറ്റാലും ജയിച്ചാലും ഒരുപോലെയാണ്. കാരണം നത്തിങ് ഇസ് റൈഡിങ് ഓൺ ദ ഗെയിം. സോ ബാക്കി മാച്ചസ് നമുക്ക് എന്തായാലും എന്താ പറയാ മൺഡേയിലെ പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ട് FA കപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അല്ലേ. FA കപ്പ് എന്താണ്, ചെൽസിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? നമ്മൾ കുറച്ച് കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് നല്ലൊരു പ്രീ മാച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് ട്രെയിൻ ചെയ്യാനായിട്ട്. അപ്പോ എന്താണ്, നമ്മളെ പോലെ അല്ല സിറ്റി അപ്പോ സിമ്പിൾ ആയിട്ട് ചെയ്യും. ഒന്നുമില്ല, വാക്ക് ഓവർ പോലെയായിരിക്കും. ഒരു 4 ഗോളിനൊക്കെ ജയിച്ച അങ്ങനെയൊന്നും പറയുന്നില്ല. സിറ്റി ജയിക്കും, സംഭവം സിറ്റി. കാരണം ചെൽസിക്ക് ഒരു ഔട്ട്സൈഡ് ചാൻസ് ടു പ്ലേ യൂറോപ്പയാണ് FA കപ്പ് റൂട്ട്. ഒരു കാര്യമില്ല. അല്ല, അതിന് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ആരെങ്കിലും വേണ്ടേ? എന്താ പറയാ, ബോലി മുതൽ ആ പ്ലേയേഴ്സ് വരെയാണെന്നുണ്ടെങ്കിലും ആർക്കും അതിനുള്ളൊരു കേപ്പബിലിറ്റി ആയിട്ടില്ലല്ലോ. എല്ലാം എന്താ പറയാ, വേറെ സ്ഥലത്ത് നിൽക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസ്. ചെൽസി ആർ 4 points behind ബ്രൈറ്റൺ ഫോർ കോൺഫറൻസ് ലീഗ് പ്ലേസ്. കോൺഫറൻസ് ലീഗ് കളിക്കാതിരിക്കാൻ ചെൽസി പ്ലേസ് മാക്സിമം ശ്രമിക്കും. കാരണം അവർ ഒരു തവണ കളിച്ചതാ, ഏതോ കാട്ടുമുക്കിലൊക്കെ പോയി കളിക്കേണ്ടി വന്ന അവസ്ഥയുണ്ട്. അപ്പോ എന്തായാലും ഒരു ചാൻസും ഇല്ല. കാര്യം കാര്യം പറയാം, പ്ലേയേഴ്സിന്റെ മോട്ടിവേഷന്റെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്കും ഇപ്പൊ കോൺഫിഡൻസ് ഇല്ല. രണ്ടാമത്തെ കാര്യം, ചെൽസിയുടെ ട്രാൻസ്ഫർ അജണ്ട നമുക്കറിയാം. കുറെ പ്ലേയേഴ്സിനെ വിൽക്കുക, കുറെ പ്ലേയേഴ്സിനെ വാങ്ങുക. മിക്കവാറും ഈ ഇപ്പൊ ഫസ്റ്റ് ടീമിലുള്ള ഒരു 5-6 പ്ലേയേഴ്സിനെ എങ്കിലും ഇപ്പൊ വിൽക്കാനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. കാരണം അവരെ മേടിക്കാതാണല്ലോ. അതെ, അത് ഈ പ്ലേയേഴ്സിനെ അറിയുകയും ചെയ്യുന്നുണ്ടാവും. ട്രാൻസ്ഫർ ബാൻ എന്തോ അടുത്ത വർഷം മുതൽ വരുമായിരിക്കും. സസ്പെൻഡഡ് ബാനാണ് അതോ? അങ്ങനെയല്ലേ പറഞ്ഞേ? 2 വർഷത്തേക്കല്ലേ? അടുത്ത വർഷം, അതിന്റെ അടുത്ത വർഷം. പക്ഷെ ഞാനൊരു കൗണ്ടർ സാധനം പറയാം. വിൽ പ്ലേയേഴ്സ് പ്ലേ ടു ഇംപ്രസ് ചാബി അലോൺസോ? ഇതിലൊക്കെ ഒരു കാര്യമുണ്ട്. ചാബി അലോൺസോ ഇപ്പൊ ജൂൺ 1-ാം തീയതി സൈൻ അല്ല, ജൂൺ 4-ാം തീയതി സൈൻ ചെയ്യണമെങ്കിൽ 1, 2, 3 അല്ലേ? ആ സമയം കൊണ്ട് ബോലി വിറ്റിട്ടുണ്ടാവും. അയാള് പറയും ചാബി അലോൺസോ വന്നതിന് ശേഷമല്ലേ പ്ലേയേഴ്സിന് വിൽക്കാൻ പാടില്ല പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴേ വിൽക്കുന്നു. അത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അല്ല, ബോലി അല്ല ആക്ച്വലി കൺട്രോൾ, മറ്റേ എക്ബാലിക്കാണ്. കുറച്ചുകൂടി പ്രശ്നമായി ഇപ്പോഴുള്ള ആള്, ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. ഈ ഇക്വിറ്റി ഫണ്ട് പോലെ പ്ലേയേഴ്സിനെ സെല് ചെയ്യുകയും വാങ്ങുകയും ചെയ്യുന്ന ആൾ. കോഹ്ലി ഒരു മറ്റേ ഫാൻ പോലെയായിരുന്നു. മീൻസ് വലിയ പൈസ കൊടുത്ത് പ്ലേയേഴ്സിനെ മേടിക്കുക, സ്റ്റാറുകൾ അങ്ങനത്തെ പ്ലേയേഴ്സിനെയൊക്കെ മേടിക്കുക എന്നുള്ളതാണ്. ഇയാളും മേടിച്ചേക്കണ നേരെ തിരിച്ചാ. വിൽക്കാൻ പറ്റുന്ന പ്രോപ്പറായിട്ട് വാല്യൂ കുറഞ്ഞ പ്ലേയേഴ്സിനെ മേടിക്കുക, അവരെ വാല്യൂ കൂട്ടുക, വിൽക്കുക. അത് മാത്രമാണ് ഇയാളുടെ അജണ്ട. മറ്റേ ബോലി അങ്ങനെയല്ല. ബോലി കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ജയിക്കണം എന്നൊക്കെ ഉള്ള ഒരു താല്പര്യമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്.
ഉള്ള ആൾ അങ്ങനെയല്ല, ഡിഫറൻസ് ഉണ്ട്. അതാ പറഞ്ഞത്. Prediction നെറ്റോ ഒക്കെ ഇപ്പോ- എനിക്ക് തോന്നുന്നത് നെറ്റോനെയൊക്കെ വിൽക്കാൻ ചാൻസ് ഉണ്ട് എന്റെ കണക്കില്. നെറ്റോ, പെഡ്രോ നെറ്റോ ഒക്കെ അവിടുന്ന് ഒരു എന്താ പറയാ, ഇവരെ സ്കോർ പ്രൊഡിക്ഷൻ ആയിരിക്കും അതിലും എളുപ്പം അവരെ ട്രാൻസ്ഫർ പ്രൊഡിക്ഷനിലായിട്ടും. ഒരു ഗ്യാരണ്ടി ഇല്ല ആരും നിൽക്കും ആരും പോകുന്നുള്ളത്. റീസ് ജെയിംസ് ക്യാപ്റ്റൻ ആയിട്ട് പോലും ചിലപ്പോൾ വേണമെങ്കിൽ വിറ്റെന്നിരിക്കും. പാമർ പോവും, എൻസോ പോവും, അത് അവര് തന്നെ തീരുമാനിച്ച് പോകുന്നതായിരിക്കും. പക്ഷെ ഈ നെറ്റോനെയൊക്കെ പിടിച്ച് വിൽക്കുന്നതായിരിക്കും. അങ്ങനെ നോക്കാം. അതൊക്കെ ആയിരിക്കും സാധ്യത. എന്തായാലും അവര് ജയിക്കില്ല. പ്രഡിക്ഷൻ 1-3 സിറ്റി. 4-0 സിറ്റി. 0-3. ചെൽസി അല്ലേ ഹോം സിറ്റി ജയിക്കും. ഇനി നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒരു ചെറിയൊരു കാര്യം കൂടി ചർച്ച ചെയ്യാനുള്ളത് ഫ്ലോറന്റീനോ പെരേസിന്റെ പ്രസ് കോൺഫറൻസ് ആണ്. സീസൺ കഴിഞ്ഞാല് ബാഴ്സക്കെതിരെയുള്ള എല്ലാ തെളിവുകളും പുള്ളി ഹാജരാക്കും. എന്റെ എലക്ഷൻ ടൈമാണ് ബേസിക്കലി അവിടെ. ആദ്യമായിട്ട് ഒരാള് എഗെയിൻസ്റ്റ് നിൽക്കാൻ പോവാണെന്ന് ഞാൻ കേട്ടു. സോ പെരേസ് ഇല്ലാത്ത ഒരു മെഡ്രിഡ് എനിക്ക് ഓർമ്മയില്ല, സത്യം പറഞ്ഞ ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഫിഗോ ട്രാൻസ്ഫറിന്. സോ പെരേസ് അതൊരു നമ്മൾ ഈ സമ്മർ പോഡ്കാസ്റ്റില് നമ്മള് ഒരു വീക്ക്ലി പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഐ തിങ്ക് നെക്സ്റ്റ് സീസൺ തൊട്ട് നമുക്ക് കുറച്ചും കൂടി ലാലിഗ ആൻഡ് സെറിയ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കുറച്ചും കൂടി ഫാൻസ് ആൾക്കാരെ ചേർക്കേണ്ടിയിരിക്കുന്നു. എന്താ പറയാ, കുറച്ച് സൈനിങ്സ് വേണം. അപ്പോ എന്താണ് മെഡ്രിഡില് ഒരു ഇത് വന്ന എലക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ മെഡ്രിഡിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ പൊതുവെ ചെയ്യാറ് ഏറ്റവും വലിയ ഒരു പ്ലെയറെ സൈൻ ചെയ്യുന്നുള്ളത്. പൊതുവെ അതാണ് അവരുടെ. ഇപ്പം ഇവിടെയും അങ്ങനെ തന്നെയാ, ബാഴ്സയിലും. അവരത് പറഞ്ഞിട്ടാണ് ഇലക്ഷൻ ചെയ്യുക. ഞങ്ങൾ ഇന്ന പ്ലേയേഴ്സിനെ അങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതെ അതെ അതെ. അപ്പോ ഫുട്ബോളിംഗ് വേൾഡ് വിൽ ബി ലുക്കിംഗ്. ഹാലൻഡ് ചാൻസ് ഉണ്ട്, സബോസ്ലൈ ചാൻസ് ഉണ്ട്, സബോസ്ലൈ വെരി ഗുഡ് ഹൈ ചാൻസ് ഉണ്ട്. മൊറീനിയോ അങ്ങനത്തെ ഓഫർ ആണല്ലോ. മൊറീനിയോ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൂത്ത ആൾക്കാരായിരിക്കും. ഒരു 28 മുതൽ അങ്ങോട്ടുള്ള ഏതെങ്കിലും ഒരാള്. അതല്ല ഞാൻ പറഞ്ഞത്, ഓഫറേ. മൊറീനിയോ ഇയാളുടെ ഇലക്ഷൻ ഒരു പ്രോമിസ് പോലെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇലക്ഷനിൽ ഒരാള് ഞാൻ ഇലക്ഷനിൽ ഇല്ല എന്നുള്ളത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടോ. റാഫേൽ നദാലിന്റെ പേരൊക്കെ വരുന്നുണ്ടായിരുന്നു ഇലക്ഷനിൽ നിൽക്കുന്നൊക്കെ പറഞ്ഞു. അത് ഡിനൈൻ ചെയ്തിട്ടുണ്ട് റാഫേൽ നദാൽ. വേറെ ആരൊക്കെയാ നിക്കണേന്ന് അറിയില്ല. അറിയോ കൗണ്ടർ ആരൊക്കെ നിക്കുന്നുള്ളത് എന്തെങ്കിലും ഡീറ്റെയിൽസ്? എന്താ വെച്ചാല് എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ല. അതായത് 20 വർഷം ക്ലബിൽ മെമ്പർ ആയിരിക്കണം. 187 million euros ബാങ്ക് ഗ്യാരണ്ടി. അത് 15% ഓഫ് ക്ലബ്സ് ബഡ്ജറ്റ് നിങ്ങളെ ബാങ്ക് ഗ്യാരണ്ടി വേണം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അപ്പൊ ഏതോ ഒരാള് അങ്ങനെ ഉണ്ട് എന്നാ പറയുന്നത്. എന്തായാലും നല്ല പ്രഷറിലായിരിക്കും. അതാണ് ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തിയത്. കാരണം ബാഴ്സലോണ, അതെ, ഒന്ന് ആ പവറിന്റെ ബാഴ്സലോണ ഇപ്പോ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ഈ ലീഗില്. കാര്യം ചാമ്പ്യൻസ് ലീഗ് അതിന്റെ ഇടയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ലീഗിന്റെ അതില് ബാഴ്സലോണ ഡോമിനേഷൻ ആണ് കുറച്ചു കാലമായിട്ട്, 2 ഡിക്കേഡായിട്ട്. അപ്പൊ അത് മാറ്റാനുള്ള ഒരു കാര്യമായിരിക്കും മെയിൻ ആയിട്ട് ഒരു ഡിസ്കഷൻ ഇതിൽ വരിക. അതാണ് ബാഴ്സലോണയെ അയാൾ ടാർഗറ്റ് ചെയ്തേക്കണേ ഈ പ്രസ് കോൺഫറൻസിൽ. ബാഴ്സലോണയുടെ ഇന്ന കുറെ കള്ളത്തരങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അതാണ് അതിന്റെ ഒരു കാര്യം തോന്നുന്നുണ്ട്. പിന്നെ വേറെ ഡീറ്റെയിൽസ് അതിൽ ആഡ് ചെയ്യാനുണ്ടോ? വേറെ നിങ്ങൾക്ക് മാഡ്രിഡ് ഫാൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഇട്ടോളൂ. എന്തെങ്കിലും ഞങ്ങള് മുഴുവൻ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും ഷെയർ ചെയ്യാം. എന്തുണ്ട്, ചാമ്പ്യൻഷിപ്പിലാണല്ലോ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത്. അതന്നെ ഒന്ന് ആദ്യം പറഞ്ഞു കൊടുക്കാം. മിൽവോള് പുറത്തായി. മിൽവോള് അല്ലാണ്ട് ഹൽ സിറ്റി ഓൾറെഡി.
അതെ 2-0 ഹൾ സിറ്റി ജയിച്ചു. മറ്റേ മാച്ചിലാണ് മിഡിൽസ്ബറോ സതാംപ്ടൺ മാച്ചിലാണ് ഭയങ്കര കോൺട്രവേഴ്സി ആയിരിക്കണം. ഇപ്പൊ ന്യൂസ് വരുന്നത് സതാംപ്ടനെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സതാംപ്ടൺ ജയിച്ചു 2-1 എന്നുള്ള സ്കോറിന് ജയിച്ചു. 2-1. അതിന്റെ ഹൈലൈറ്റ്സേ കണ്ടുള്ളൂ കേട്ടോ, മാച്ച് ഫുൾ കണ്ടില്ല, പക്ഷെ ഹൈലൈറ്റ്സ് കണ്ടിരുന്നു. പ്രോപ്പർ ഒരു ഈ സെറ്റ് പീസും അതൊക്കെ ഫേവർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്റ്റൈലൊക്കെ തന്നെയാണ് സതാംപ്ടൺ കളിച്ചത്. അങ്ങനെ ഒരു സ്റ്റൈലാണ്. മിഡിൽ സ്കോർ കുറച്ചുകൂടി പാസ് ചെയ്തും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ അവര് ഒരുപാട് ചാൻസ് മിസ് ചെയ്തു. സതാംപ്ടൺ കയറി. എന്തായാലും സതാംപ്ടന്റെ കോൺട്രവേഴ്സി വന്നേക്കണത് നേരത്തെ തന്നെ അതിന്റെ ഒരു ഹിന്റ് വന്നിരുന്നു. അതായത് മിഡിൽ സ്പെറോ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഹൈഡ് ചെയ്തൊക്കെ സ്പൈ പോലെയൊക്കെ വന്ന് അത് മുഴുവനും ഡോക്യുമെന്റ് ചെയ്ത്, ട്രെയിനിങ് മെത്തേഡ്സ് മുഴുവനും ഡോക്യുമെന്റ് ചെയ്ത് അത് വെച്ചിട്ട് കൗണ്ടർ ചെയ്ത് അതിനെതിരെ ടാക്ടിക്സ് ഒക്കെ ഉണ്ടാക്കി കളിച്ചിട്ടാണ് ജയിച്ചത് എന്നുള്ള വലിയൊരു കോൺട്രവേഴ്സി. അത് വീഡിയോ സഹിതമൊക്കെ പുറത്തു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിന് സതാംപ്ടൺ നെതിരെ മിഡിൽ സ്പെറോന്റെ മാനേജ്മെന്റ് പരാതിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അവരെ പുറത്താക്കണം, ഈ പ്ലേ ഓഫ് ഫൈനലില് മിഡിൽ സ്പെറോനെ ആണ് എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ഇതിൽ ആഡ് ചെയ്യണ്ടോ ഗണേശ? ഇതിലൊക്കെ എന്താ പറയാ, ഇതേ സിറ്റുവേഷൻ കുറെ മുമ്പ് വന്നിട്ടുണ്ട്. അതുപോലെ കുറെ അതല്ലാണ്ട് വേറെ ചെയ്യൂല. ഫൈൻസ് ഒന്നും ഉണ്ടാവില്ല, വെറുതെ പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ അത്ര തന്നെ ഉണ്ടാവുള്ളത് എനിക്കും ഫീൽ ചെയ്യണത്. വേറൊന്നും സംഭവിക്കാൻ ചാൻസ് ഒന്നും ഇല്ല. എന്തായാലും നല്ല രസമുള്ള മാച്ച് ആയിരിക്കട്ടെ. കാരണം ഫേവറേറ്റ്സ് അല്ല ഇത് പ്ലേ ഓഫ് ഫൈനലിലേക്ക് വന്നേക്കണത്. കാരണം ഹൾ സിറ്റിക്ക് കുറച്ച് കരുതിയിരിക്കുക. ഇനി വേറെ ഹൾ സിറ്റിയിലും അതുപോലെ സ്പൈ വരുന്നുണ്ടോ നോക്കിയിരിക്കണം. അതൊന്ന് കാരണം ഹൾ സിറ്റി ലാസ്റ്റ് ഡേയില് ഒരു 10 മിനിറ്റ് ഒക്കെ ഉള്ള സമയത്തോ 5 മിനിറ്റ് ഒക്കെ ഉള്ള സമയത്താണ് അവർ 6th പ്ലേസിലേക്ക് വന്നത്. അതുവരെ റെക്സാം ഉണ്ടായിരുന്നു, ഡെർബി ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഇങ്ങനെ മാറി മാറി. അപ്പൊ ഹൾ സിറ്റി ലാസ്റ്റ് മിനിറ്റ് അതിൽ വന്നു. അത് കഴിഞ്ഞാൽ ഒട്ടും ഫേവറേറ്റ്സ് ആയിരുന്നില്ല മിൽവോളിന്റെ അടുത്ത് ജയിക്കുന്നുള്ളൂ. പക്ഷെ അവര് ജയിച്ച് വെംബ്ലിയിലെത്തി. മിഡിൽസ്ബറോ സതാംപ്ടൺ കൺസിസ്റ്റന്റ് ആയിട്ടായിരുന്നു. എന്നാലും അവർ പ്ലേയിങ് സ്റ്റൈലും ഒക്കെ വെച്ച് മിഡിൽസ്ബറോനായിരുന്നു കൂടുതൽ ചാൻസ് പറഞ്ഞിരുന്നത് രണ്ടുപേര് കളിക്കും. പക്ഷെ സതാംപ്ടൺ അവരുടെ എക്സ്പീരിയൻസും ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവര് കയറി. അപ്പൊ എന്തായാലും നല്ല രസമുള്ള ഏകദേശം ഒരേപോലെ കളിക്കുന്ന 2 ടീമുകളാണ്. അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ഒരു ഡയറക്റ്റ് സ്റ്റൈലൊക്കെ കളിക്കുന്ന ടീമുകളാണ് ഫൈനലിൽ വന്നിട്ടുള്ളത്. രസമായിരിക്കും ഫൈനൽ. പിന്നെ പറയാനുള്ളത് ലാ ലീഗയിലൊരു ഇതാണ് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിലിട്ടിരുന്നു. നമ്മുടെ ഇവിടുത്തെ റെലഗേഷൻ ഫൈറ്റ് പോലെ ഒന്നല്ല, ഈ പ്രീമിയർ ലീഗിലെ പോലെ ഒന്നല്ല അവിടുത്തെ റെലഗേഷൻ ഫൈറ്റ്. 7th പ്ലേസ് നിൽക്കുന്ന ടീം ഒരു കളി ജയിച്ചാൽ യൂറോപ്പയിൽ ക്വാളിഫൈ ചെയ്യും. അവർക്ക് വേണമെങ്കിൽ റെലഗേറ്റ് ആവാം. അത്ര അവസ്ഥ, അത്ര വ്യത്യാസമുള്ളൂ. നിങ്ങള് അതിന്റെ ടേബിളൊക്കെ എടുത്ത് നോക്കിയ രസമായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അതെ ഗ്രാഫിക് ആഡ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. അതിപ്പോ നമുക്ക് ഇതിൽ വേണമെന്നില്ല. ഞാൻ പറയാം കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ ജിറോണയൊക്കെ കുറച്ച് മുകളിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഇന്നലത്തെ ഫിക്സേഴ്സ് കഴിഞ്ഞപ്പോ ജിറോണ ഇപ്പോ റെലിഗേഷൻ പ്ലേസിൽ വന്നു. അതുപോലെ മയോർക്ക, എന്റെ ഓർമ്മ മയോർക്ക റെലിഗേഷൻ പ്ലേസിലായിരുന്നു. അവരിപ്പോ ജയിച്ചു കഴിഞ്ഞപ്പോ കയറി. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഒരു 39 പോയിന്റ്സിൽ കുറെ ടീമുകളുണ്ട്, 42 കുറച്ച് ടീമുകളുണ്ട്. ലാസ്റ്റ് നിൽക്കുന്ന ടീം മാത്രം അവര് ഓൾറെഡി 27 29 ഒക്കെ ഉള്ളൂ. അവര് റെലിഗേറ്റ് ആയി ഓൾറെഡി. നമ്മുടെ കസോർലയുടെ വലിയ ക്ലബ്ബാ. അവര് കുറെ ഫിനാൻഷ്യൽ പ്രശ്നത്തിലൊക്കെ പോയിട്ട് ക്രൗഡ് ഫണ്ടിങ് ജിറോണ അല്ലേ മറ്റേ സിറ്റിന്റെ ഗെറ്റാഫേ? എനിക്ക് എപ്പോഴും കൺഫ്യൂസ്. അതെ അതെ, ജിറോണ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടായിരുന്നു ഓർമ്മയില്ലേ ഒരു സീസൺ. ഇപ്പോഴും അവര് ഇപ്പോഴും അവര് 6 points ബിഹൈൻഡ് യൂറോപ്യൻ പ്ലേസസ്. അത്രയുള്ളൂ. 2 മാച്ച് ഉണ്ട് അവർക്ക്. 2 മാച്ചോ 3 മാച്ച് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? 3 മാച്ച് ഉണ്ട്. 3 മാച്ച് അവർക്ക് 3 മാച്ച് ഉണ്ട്. അവര് ആ 3 മാച്ച് ജയിച്ചത് ചിലപ്പം അവര് 5th or 6th. അതെ, അത്ര വ്യത്യാസത്തിലൂടെ. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് ഇനി പ്രീമിയർ ലീഗിന്റെ ഒപ്പം ആ മാച്ചുകളും കൂടി ഒക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട് ഇതിന്റെ ഇടയിൽ. ഈ വരുന്ന ഇന്ന് രാത്രി ഉണ്ട് ജിറോണയുടെ മാച്ച് ഉണ്ട്. അതെ അതെ അതെ, എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫൈറ്റ് ആയിരിക്കും അവിടെ ഇതിന് വേണ്ടിട്ട്. വേറൊന്നും ആഡ് ചെയ്യാൻ ഒരു കാര്യം കൂടെ പറയാം. സ്കോട്ടിഷ് പ്രീമിയർ ലീഗില് ഹാർട്സ് ആണ് ലീഡ് ചെയ്യുന്നത്. 80 points, ഐ തിങ്ക് 80 points സംതിങ്.
ഒരു പോയിന്റ് പുറകില് സെൽറ്റിക് ഉണ്ട്. അതായത് കഴിഞ്ഞ കളിയില് ലാസ്റ്റ് മിനിറ്റില് മറ്റേ ഇഞ്ചുറി ടൈമില് ഇലയനാച്ചോ മറ്റേ പെനാൽറ്റി അടിച്ച് ജയിച്ചു സെൽറ്റിക്. അപ്പോ സംഭവം കഴിഞ്ഞാൽ ഒരു കളിയെ ബാക്കിയുള്ളൂ. ആ ഒരു കളി സെൽറ്റിക് വേഴ്സസ് ഹാർട്സ് ആണ്. ഫൈനൽ പിന്നെ ഫോർമാറ്റ് വ്യത്യാസം ഉണ്ടല്ലോ. അതുകൊണ്ട് പക്ഷേ ആ അവസാനത്തെ കളി ഫസ്റ്റ് പ്ലേസും സെക്കൻഡ് പ്ലേസും ആണ്. അതാണ് ഫൈനൽ പോലെ ആയില്ലേ. കോൺട്രവേഴ്ഷ്യൽ എന്തോ ഒരു ഡിസിഷന്റെ കാര്യമൊക്കെ റീലായിട്ട് വരുന്നുണ്ടായിരുന്നു. ഒരു നമ്മുടെ പ്രീമിയർ ലീഗിൽ ഇതുപോലെ അവസാനത്തെ കളി ആർസണൽ സിറ്റി ആണെങ്കിലോ അടിപൊളിയായിരിക്കും. ലിവർപൂൾ ആർസണൽ ഗെയിം അങ്ങനെയായിരുന്നു. ആൻഡ് ലിവർപൂൾ ലോസ്റ്റ് ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്. അവിടെ സെൽറ്റിക് റേഞ്ചേഴ്സ് അല്ലാണ്ട് വേറെ ആരും ഈ അടുത്തൊന്നും ജയിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ സീസൺ ആരും ജയിച്ചില്ല. അവിടെ കഴിഞ്ഞ സീസണിലാണോ ഹാർട്സ് ജയിച്ചത്? അവര് മാറി ജയിച്ചിട്ടുണ്ടായിരുന്നു. ഹാർട്സ് തന്നെയാന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ ജയിച്ചത്. കഴിഞ്ഞ തവണ ആണല്ലോ. എന്നിട്ട് ബ്രണ്ടൻ റോജേഴ്സ് ക്വിറ്റ് ചെയ്തതൊക്കെ മീൻസ് പുറത്താക്കിയതോ എന്താ വെച്ചാൽ. ഓക്കെ, വി ക്യാൻ റാപ്പ് ദിസ് അപ്പ്. ഇനി വേറെ ഒന്ന് പറയാനുള്ളത്, വേൾഡ് കപ്പിലേക്ക് ഇനി 1 മാസം മാത്രം ടൈമുള്ളൂ. ജൂൺ 12 വേൾഡ് കപ്പ് തുടങ്ങും. അപ്പോ സീസൺ കഴിഞ്ഞിട്ട് നമ്മൾ വേൾഡ് കപ്പ് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഗണേശൻ അർജന്റീനയുടെ ജേഴ്സി ഒക്കെ എടുത്ത് ഇടാൻ റെഡിയാണ്. സുദീപ് ഇറ്റലിയുടെ ജേഴ്സി ഇടുന്നുണ്ടെന്നാ പറയുന്നത്. എന്തിനാ എനിക്ക് അറിയില്ല. ഓബൻ ഏതാ ടീം? ഇംഗ്ലണ്ടോ? കാണാറില്ല അധികം, യൂഷ്വലി കാണാറില്ല. ഇപ്രാവശ്യം കാണണം, പോഡ്കാസ്റ്റ് ചെയ്യാനുള്ളത്. ക്രിസിന്റെ ടീമോ ഏതാണ്? എനിക്ക് ടീമില്ല. ഇന്ത്യ. എനിക്ക് അങ്ങനെ ഡെഫിനറ്റ്ലി തോന്നിയിട്ടില്ല സത്യം പറഞ്ഞ. ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഒരു ടീമിനോട് നമുക്ക് തോന്നണല്ലോ. നമുക്ക് തോന്നിയാലല്ലേ നമുക്ക് റൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്ലേയേഴ്സിനെ കാണണം എന്നൊക്കെ വിചാരിച്ച് കാണലുണ്ട്. അതായത് ഇന്ന പ്ലെയർ എങ്ങനെ കളിക്കുന്നത് കാണണം എന്നുണ്ടെങ്കിൽ പോയി റാൻഡംലി കാണാറുണ്ട്. അല്ലാണ്ട് യൂഷ്വലി ഒരു ടീമിനെ ഫോളോ ചെയ്യാറില്ല. ഇമോഷണലി ഐ വാണ്ട് ദ ആഫ്രിക്കൻ ടീം ടു ഡു വെൽ. അതൊരു എപ്പോഴും ഒരു ആഗ്രഹമാണ്. നൈജീരിയ, അതിപ്പോ എല്ലാ ടീം, ഇപ്പൊ സപ്പോസ് ഞാൻ അർജന്റീന സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ആഫ്രിക്കൻ ടീംസിനോടുള്ള എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. ഈ മറ്റേ US-ലും ഉള്ള ടെമ്പറേച്ചർ, ഈ ക്ലൈമറ്റ് സിറ്റുവേഷൻ അവർക്ക് എന്തായാലും സ്യൂട്ട് ചെയ്യും. സിമ്പിൾ ആയിട്ട് അവന്മാര് കളിക്കും. ഈ യൂറോപ്പിൽ പോകുന്നവരൊക്കെ അവിടെ ചത്ത് വീഴും. എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ആഫ്രിക്കൻ ടീംസിനോട് നമുക്കൊരു താല്പര്യം തോന്നുന്നത് അവരുടെ സ്റ്റൈലേ കുറച്ച് ഈ ഒരു യൂറോപ്യൻ ഒരു സാധനം ഇല്ല. അതായത് ടാക്ടിക്സ് അങ്ങനെ കളിക്കും. ഇങ്ങനെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കളിക്കും അവര് മിക്കവാറും. അതാന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് എപ്പോഴും ശരിയാ. കാരണം എനിക്കിപ്പോ വേൾഡ് കപ്പിൽ ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഈ ലാറ്റിൻ അമേരിക്കൻ ക്ലബ്സിലെ പ്ലേയേഴ്സ് മൊത്തം യൂറോപ്പിൽ വന്ന് കളിച്ചിട്ട് ആ ലാറ്റിൻ അമേരിക്കൻ ഫ്ലെയർ അങ്ങ് പോയി. അതുകൊണ്ട് നമുക്ക് ഞാൻ ഇത് പറയുമ്പോ ഞാൻ ഈ കോസ്റ്ററീക്കയും ചിലിയൊക്കെ കളിക്കുമ്പോ നല്ല രസമായിരിക്കും കളി കാണാൻ. അവന്മാര് ആ പ്യുവർ സ്റ്റൈലിൽ തന്നെ കളിക്കും. ഇപ്പൊ അർജന്റീനയൊക്കെ വന്നിട്ടും മാറി, അർജന്റീനയുടെ കളിയൊക്കെ മാറി, ആ ട്രാൻസിഷൻ ഒക്കെ പോയി. ആഫ്രിക്കൻ നാഷണൽസ് ഓഫ് കപ്പില് അക്കൗണ്ടില് നല്ല രസമായിരുന്നു അത് കാരണം കാണാൻ. എല്ലാ ടീമുകളുടെ കളിയൊക്കെ കാണാനേ നമുക്ക് നല്ല അത് കാരണം പല ടീമിനെയും സപ്പോർട്ട് ചെയ്യാനുള്ളതൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ എന്തായാലും എന്റെ ടീം ഞാൻ എന്തായാലും മറ്റേ സെനഗല് കപ്പ് തിരിച്ചു കൊടുത്തോ? മൊറോക്കോക്ക് കൊടുത്തിട്ടില്ലല്ലോ അല്ലേ? പിന്നെ ഇത്തവണ ഒരു ഇൻട്രസ്റ്റിംഗ് എലിമെന്റ് ഉള്ളത് ഇറാനുണ്ട് വേൾഡ് കപ്പില്. US-ലാണ് കളി. അല്ല, ഇറാനൊരു കളി ജയിച്ചാല് ഈ കളി കൂട്ടൂലാത്തെ പറയോ? അറിയില്ല. എന്തായാലും വരും. അല്ല, ഒരു റൂമർ ഉണ്ടായിരുന്നു ഇറാൻ കളിക്കില്ല, പകരം ഇറ്റലി വരും എന്നൊക്കെ. പറ്റൂലെന്ന് പറഞ്ഞു. നന്നായി. ഓക്കെ, നമുക്കൊരു ജനറൽ ആയിട്ട് ഐ തിങ്ക് വി ക്യാൻ റൂട്ട് ഫോർ ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ ടീംസ് ഔട്ട് ഓഫ് അണ്ടർഡോഗ് എന്ന രീതിയിൽ. അതെ, അത് ചെയ്യാൻ പറ്റും. പിന്നെ വേർഡ്സ് നമുക്ക് ലിവർപൂൾ എന്നുള്ളതിൽ എനിക്ക് വേർഡ്സിന്റെ ജർമ്മനിയിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഫോളോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ജർമ്മനിയില് സുദീപ് ഗാക്പോ ആയിരിക്കും. അല്ല, ഇപ്പൊ ഇവിടെ നന്നായിട്ട് കളിക്കില്ല എന്നാണോ പറയുന്നത്? ജർമ്മനിയിൽ കളിക്കുന്ന പറയുന്നുണ്ട്.
അല്ല, ഇവിടെ ഈ സ്റ്റൈലായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു ഈ മറ്റു ലീഗിൽ നിന്ന് ഇവിടെ വന്ന് കളിക്കുമ്പോൾ ഉള്ള ഒരു താമസം വരുന്നത്, പ്രത്യേകിച്ച് ജർമ്മനിയിൽ. ബാക്കിയുള്ളവർ എല്ലാരും കളിക്കുമ്പോ സ്പേർട്സ് മാത്രമാണ് മര്യാദയ്ക്ക് കളിക്കുന്നത്. അതുകൊണ്ടാണ് അഡാപ്റ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നത്. അവൻ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് കളിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഗണേശൻ പറയുന്നു അവിടെ പണിയറിയുന്ന ഒരു കോച്ച് ഉണ്ടെന്ന്. പിന്നെ അത് പിന്നെ പറയുന്നല്ലേ, അത് പിന്നെ എല്ലാ പോഡ്കാസ്റ്റിലും പറയണം. I think Gakpo will have a good World Cup. Gakpo international football അടിപൊളിയായിട്ട് കളിക്കും. അവിടെ സെക്കൻഡ് സ്ട്രൈക്കറാണ്, സപ്പോർട്ടിംഗ് സ്ട്രൈക്കറാണ്, സുഖമായിട്ട് കളിക്കും. ഓക്കെ, നമ്മള് വേൾഡ് കപ്പ് ഡിസ്കഷനിലേക്ക് വഴുതി പോവാണ്. അത് നമുക്ക് വേറെ പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യും. മാത്രമല്ല നമ്മള് പ്ലേയേഴ്സിന്റെ കാര്യം മാത്രമേ പറഞ്ഞേ. ഒരു നല്ല നിര മാനേജേഴ്സ് ഉണ്ട് പല വേൾഡ് കപ്പ് ടീംസിന്റെ മാനേജേഴ്സ് ആയിട്ട്. ശരിക്കും ക്ലബിൽ ഇപ്പോഴും മാനേജ് ചെയ്യേണ്ട പോലത്തെ മാനേജേഴ്സ് ഇന്റർനാഷണൽ ലെവലിലുണ്ട്. അപ്പൊ അത് നല്ല രസമുള്ള വേൾഡ് കപ്പ് ആയിരിക്കും. എന്തായാലും നമ്മള് വേൾഡ് കപ്പ് സ്പെഷ്യൽ സെഷൻസ് ഉണ്ടാവും. എല്ലാവരും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലബിന്റെ അല്ല ടീമിന്റെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ ബ്രസീൽ, അർജന്റീന ഫാൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ഗ്രൂപ്പ് വൈസ്, ടീം വൈസ് നമുക്ക് പ്രിവ്യൂ ഷോസ് ചെയ്യാം. അവിടെ എത്തട്ടെ. ഇന്ന് സമയമായി. അപ്പോ ആർസണൽ ഫാൻസിന് വീണ്ടും ഓൾ ദ ബെസ്റ്റ്. ബേൺലി ആണ്. പിന്നെ ആർക്കാ വെസ്റ്റ് ഹാം ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ ഓൾ ദ ബെസ്റ്റ്. ലിവർപൂൾ ഫാൻസ് ഉണ്ടെങ്കിൽ വീക്കെൻഡ് നല്ല എന്തെങ്കിലും പുറത്ത് പോകും, ഫാമിലി ആയിട്ടൊക്കെ കറങ്ങിയെടുക്കൂ, ജ്യൂസ് പോയി ബീച്ചിൽ പോകും. നല്ല അല്ല, മാച്ച് വെള്ളിയാഴ്ച രാത്രിയാണ്. അപ്പൊ കാര്യമില്ല, കണ്ടേ പറ്റും. അപ്പോ ബൈ. വേൾഡ് കപ്പ് ഫിക്സ്ചർ വന്നിരുന്നോ? ഓക്കെ, ബൈ.